നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉലമാക്കളെ, ഉസ്താദ്മാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതൽ മുഖവുരയിലേക്ക് കടക്കുന്നില്ല. അത്യാവശ്യ അളവില് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട നൗഫൽ ഉസ്താദ് അവറുകൾ നമ്മുടെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചു. നമുക്കറിയാം, ഹലാലായ സമ്പാദ്യം എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഫരീദത്തും ബഅദൽ ഫരീദ. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹലാലായ സമ്പാദ്യം. ആ ഹലാലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്ക് സ്ക്രീനിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ എല്ലാവരുടെയും മുത്താലയിൽ വന്നിരിക്കുന്ന ഹദീസുകളാണ് ഈ ഹദീസുകളെല്ലാം തന്നെ. അതിൽ ആദ്യത്തെ ഹദീസ് ദുആ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഭക്ഷണവും പാനീയവും എല്ലാം ഹറാമായ ഒരു വ്യക്തിയുടെ ദുആ സ്വീകരിക്കില്ല എന്ന ഹദീസ്. രണ്ടാമത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിരിക്കുന്ന കച്ചവടവുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ലാ യഹില്ലു സലഫും വബയ്ഉൻ വലാ ശർത്താനി ഫീ ബയ്യിൻ എന്ന് തുടങ്ങുന്ന ഹദീസ്. മൂന്നാമത് കച്ചവടത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന യാ മഅ്ശറത്ത് തുജാർ എന്ന് വിളിച്ചുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിൽ വെച്ച് കച്ചവടക്കാരോട് പറഞ്ഞ ഒരു വിഷയമാണ്. അവിടെ ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ടാണ് ആ പേര് തന്നെ സഹാബാക്കൾ കേൾക്കുന്നത്. അതിനു മുമ്പ് സാധാരണ അവർ കേട്ടുകൊണ്ടിരുന്നത് അറബികൾ, കച്ചവടക്കാർ പരസ്പരം സിംസാറുകൾ, ഇടനിലക്കാർ, ബ്രോക്കർ എന്നുള്ളൊരു പേരാണ് അന്നത്തെ പ്രയോഗത്തിലുണ്ടായിരുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നല്ലൊരു പ്രയോഗം, കച്ചവടക്കാര്, തുജാർ എന്ന പദം കൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചു. അതിനുശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന്റെ ഗൗരവവും അതിലുണ്ടാകാവുന്ന വീഴ്ചകളെ ഒന്ന് ഉണർത്തുകയും സദഖ കൊണ്ട് അതിനെ പരിഹരിക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി. കച്ചവടവുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ കിതാബുകളിൽ അബ്വാബുൽ ബുയൂഇൽ ഒരുപാട് ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കച്ചവടത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലും നഹിയുടെ ഹദീസ്, ഇന്നത് പാടില്ല ഇന്നത് പാടില്ല എന്നുള്ള കച്ചവടത്തിന്റെ നെഗറ്റീവ് വശങ്ങളാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി നമുക്ക് വിശദീകരിച്ചു തന്നത്. ഉലമാക്കൾ പറയുന്നുണ്ട് അതിനുള്ള കാരണം കച്ചവടം വിശാലമാണ്, അതിന്റെ സാധ്യതകളും വിശാലമായി കിടക്കുകയാണ്. അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഹദീസുകളിൽ മുആമലാത്തിൽ നഹി വന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? സൂക്ഷിച്ചാൽ മതി. അതല്ലാത്തതെല്ലാം നമുക്ക് ഹലാലാണ് എന്നാണ് നമുക്ക് ഉലമാക്കൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു തരുന്നത്. ഇബാദത്തിൽ നേരെ തിരിച്ചാണ്. ഇബാദാത്തുകളിൽ എന്തൊക്കെയാണോ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതേസമയം മുആമലാത്തിൽ നേരെ തിരിച്ചാണ്. എന്തൊക്കെ നമ്മളോട് തടഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കുക. അതല്ലാത്തതെല്ലാം നമുക്ക് എന്താണ്? ഹലാലാണ്. ബഹുമാനപ്പെട്ട മുസ്നിദുൽ ഹിന്ദ് ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഒരു ഗ്രന്ഥം ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അതിന്റെ രണ്ടാം ഭാഗം, അവിടെ മഹാനവറുകൾ പ്രധാനപ്പെട്ട 9 ഉസൂലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. കച്ചവടത്തിന്റെ മൻഹിയൻഹുവായ രൂപങ്ങൾ ഏതെല്ലാം ഹദീസുകളാണോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് തടഞ്ഞിരിക്കുന്നത്, ഏതെല്ലാം ഹദീസിലൂടെ നമ്മളോട് ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, കച്ചവടത്തിൽ ഇന്ന കാര്യം പാടില്ല, ഇന്നത് വിൽക്കാൻ പാടില്ല എന്നുള്ള തടയപ്പെട്ട ഹദീസുകളെ മുഴുവനും അദ്ദേഹം ക്രോഡീകരിക്കുകയും ആ ക്രോഡീകരിച്ച ഹദീസുകൾ ഈ 9 ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെ വിഭജിക്കുകയുണ്ടായി. അതായത് തടയപ്പെട്ടിരിക്കുന്ന ഹദീസ് എന്തുകൊണ്ട് തടഞ്ഞു, അതിന്റെ ഹിക്മത്ത്. കാരണം ആ കിതാബ് തന്നെ അസ്റാറു ശരീഅയാണ്. ശരീഅത്തിന്റെ രഹസ്യങ്ങൾ, അതിന്റെ ഹിക്മത്തുകൾ വ്യക്തമാക്കി തരുന്ന കിതാബാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ കിതാബിൽ മഹാനവറുകൾ ഈ കാരണങ്ങൾ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഈ 9 കാരണങ്ങളെ വെച്ചുകൊണ്ട് ഈ കാരണങ്ങളിലെ ഓരോ കാരണങ്ങളുടെ കീഴിലായിട്ട് അതാത് ഹദീസുകളെ മഹാനവറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നു. അതിലെ ഒന്നാമത്തെ ഒരു വിഷയമാണ്, അത് മാത്രമേ ഞാൻ അതിലേക്ക് കടക്കുന്നുള്ളൂ, ബാക്കി നമ്മുടെ മുത്താലയിലേക്ക് നമ്മൾ വെക്കണം ആ വിഷയം. അതിലാണ് കൗനുൽ ബൈ വസീലത്തൻ ഇലൽ മഅസിയ. നമ്മുടെ കച്ചവടം എന്നത് മഅസിയത്തിനൊരു കാരണമാകാൻ പാടില്ല എന്നുള്ളൊരു വിഷയം. പരിശുദ്ധ ഖുർആനിൽ തന്നെ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്ത് ഇതിലേക്കാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇതൊരു വിശാലമായ ഒരു ഭാഗമാണ്. നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ് മഅസിയത്തിന് കാരണമാകരുത്, അത് മഅസിയത്തിന് ഹേതുവാകാൻ പാടില്ല എന്നുള്ളത് ഒരു വിശാലമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾ ഈ വിഷയത്തിൽ നല്ല ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട്. മുതഖദ്ദിമീങ്ങളായ ഫുഖഹാക്കൾ തന്നെ പേജുകളോളം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ തന്നെ ഒരുപാട് പേജുകൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട മുഫ്തി ഷഫീ സാബ് ഉസ്മാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹം ആ ചർച്ചയുടെ ഖുലാസ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മഅസിയത്തിന് കാരണമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അദ്ദേഹം അതിനെ 4 ആയിട്ട് ഷോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, ഒന്ന് അൽ ഇആനത്തു അലൽ മഅസിയ. അപ്പൊ ഇആനത്തു അലൽ മഅസിയ എന്താണ്? മാ ഖാമത്തുൽ മഅസിയ ബിഐനി ഫിഅലിൽ മുഈൻ വലാ യതഹഖഖു ഇല്ലാ ബിനിയത്തിൽ ഇആന അബി തസ്രീഹ് ബിഹാ. ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഈ വിഷയത്തിൽ അദ്ദേഹം ജവാഹിറുൽ ഫിഖ് എന്ന ഗ്രന്ഥത്തിൽ ഇതിന്റെ ഖുലാസ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പൊ അതിലൊന്നാണ് മഅസിയത്തിന് വസീലയാകാൻ പാടില്ല എന്ന് പറഞ്ഞ ചർച്ചയിൽ ഇആനത്തു അലൽ മഅസിയ. 2 അസ്സബബു ദാഇ ഇലൽ മഅസിയ. സബബ് തന്നെ 2 എണ്ണമുണ്ട്. സബബ് ഖരീബ് ഉണ്ട്, സബബുൽ ബഈദ് ഉണ്ട്. സബബുൽ ഖരീബ് തന്നെ 2 എണ്ണമുണ്ട്. അസ്സബബുൽ ഖരീബ് അൽ മുഹർരിക് അദ്ദാഇ ഇലൽ മഅസിയ. അതും നസ്സുൽ ഖുർആൻ കൊണ്ട് തന്നെ ഹറാമായതാണ്. ലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാ എന്ന് പറയുന്ന ആയത്ത്. അതുപോലെ വലാ യഖ്ലഅന ബിൽ ഖൗൽ. ഇതെല്ലാം ഈ പ്രവൃത്തി മഅസിയത്തിന് കാരണമാകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കച്ചവടങ്ങൾ നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയവുമായി പഠിച്ചിട്ടുണ്ട്. ഈ അസീർ വിൽക്കുന്നതിനെ സംബന്ധിച്ച്, ശത്രുക്കൾക്ക് ആയുധം വിൽക്കുന്നതിനെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഫിഖ്ഹിന്റെ കിതാബിൽ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഉസൂലുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനം അതിനകത്ത് 2ാമത്തേതാണ് അസ്സബബുൽ മൂസിൽ ഗൈറുൽ മുഹർരിക് ഇലൽ മഅസിയ. ഇതും സബബുൽ ഖരീബ് തന്നെയാണ്, പക്ഷെ അത് ഗൈറുൽ മുഹർരിക് ആണ്. എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവൃത്തി, ഈ പറയുന്ന കാര്യം ഞാനൊരു ഉസൂലിയായ കാര്യമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉസൂലിയായി പറയുന്ന കാര്യം ഒന്ന് കോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബിലൂടെയും അതല്ലാതെ എല്ലാം നമുക്ക് കിട്ടും. ആ കിതാബുകൾ നോക്കിയാൽ മതി. അപ്പൊ അതിനകത്താണ് ഈ പറയപ്പെട്ട ആയുധങ്ങൾ അഹ്ലുൽ ഫിത്നയ്ക്ക് വിൽക്കുന്നത്. ശത്രുക്കൾക്കല്ല, അഹ്ലുൽ ഫിത്ന മറ്റൊരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ബൈഉൽ അസീർ മിമ്മ യത്തഖിദുഹാ ഖംറൻ എന്ന് തുടങ്ങുന്നതായ വിഷയങ്ങളെല്ലാം ഈ പറയപ്പെട്ട 2ാമത്തെ വിഭാഗത്തിൽ വരും. ഇത് കറാഹത്തു തഹ്രീമിന്റെ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. 3ാമത്തേത് അസ്സബബുൽ ബഈദ് ആണ്. ഇത് മഅസിയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ വിൽക്കുന്ന വസ്തു അതിന്റെ അതേ കോലത്തിൽ മഅസിയത്ത് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് മുന്തിരിയാണ് നമ്മൾ വിൽക്കുന്നത്. മുന്തിരി കൊണ്ടൊരു മഅസിയത്ത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്കറിയാം ഈ മുന്തിരി വാങ്ങിക്കൊണ്ട് പോകുന്നവൻ ഇത് ഖംറാക്കും. അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പ് ലോഹമാണ് വിൽക്കുന്നത്, പക്ഷേ ഇത് ആയുധമുണ്ടാക്കും എന്ന് നമുക്കറിയാം. ഈ ഒരു അവസ്ഥയിലേക്ക് പോകുക. അപ്പൊ ഇതിനെ സംബന്ധിച്ച് കറാഹത്തു തഹ്രീമിന്റെ ദർജയാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത് ചെറിയൊരു ചുരുക്ക രൂപമാണ്. ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ ഇടപാടുകളിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ, നമ്മൾ പറഞ്ഞ ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞ 9 ഉസൂലുകളുടെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു കച്ചവടത്തെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ വരുന്ന എല്ലാ മുആമലാത്തുകളുടെയും വിധി എന്താണ് എന്ന് നമുക്ക് നിഷ്പ്രയാസം എത്തിത്തരാൻ കഴിയും. ഇത് ഹറാമാണോ, കറാഹത്താണോ, കറാഹത്താണെങ്കിൽ കറാഹത്തു തഹ്രീമാണോ, അതല്ല കറാഹത്ത് തൻസീഹിയാണോ, ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു പഠനം നമുക്ക് നടത്തിയാൽ തന്നെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇൻഷാ അല്ലാഹ്.
നമ്മൾ വിഷയത്തിലേക്ക് നമ്മുടെ കടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സമ്പത്ത് അത് 100% ഹലാലായിരിക്കും. അപ്പൊ ഹലാലാകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു രീതിയിലും ഒരു ഹുറുമത്ത്, ഹറാം ഒരിക്കലും കടന്നുകൂടാൻ പാടില്ല. നമ്മുടെ സമ്പത്ത് 100% സംശുദ്ധമായ സമ്പത്താണ് എന്റേത് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതൊരു മുഅ്മിന്റെ ബാധ്യതയാണ്, ഏറ്റവും വലിയ ബാധ്യതയാണ്. അപ്പൊ അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ കിതാബുമായി പഠിക്കുന്ന കുറെ വിഷയങ്ങൾ കൂടാതെ തന്നെ നമ്മൾ ദുനിയാവിൽ നടക്കുന്ന കുറച്ച് വിഷയം കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ദുനിയാവിൽ എന്താണ് നടക്കുന്നത്? കാരണം നമുക്ക് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഖൗല് നമ്മൾ കേട്ടിട്ടുണ്ട്, മല്ലം യഅരിഫ് അഹ്വാല സമാനിഹി ഫഹുവ ജാഹിൽ. അതുപോലെ തന്നെ ഫുഖഹാക്കൾ പറയുന്നുണ്ട്, മല്ലം യഅലം ബി അഹ്ലി സമാനിഹി വഹുവ ജാഹിൽ. കാലഘട്ടത്തെ കുറിച്ച് അറിയാത്തവൻ ജാഹിലാണ്. പക്ഷെ നമ്മൾ നിയമങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, കുറെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാലഘട്ടം, ഇത് ഏത് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ഇവിടെയുള്ള കച്ചവട രീതികൾ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇത് കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്കതിന്റെ നിയമങ്ങളും പറയാൻ കഴിയുകയുള്ളൂ. കൃത്യമായി നമ്മൾ പഠിക്കണം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്ര നല്ലതുപോലെ കാര്യങ്ങൾ നോക്കിക്കണ്ടാൽ പോലും നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു കച്ചവടത്തിൽ യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും ഇതിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ എന്റെ തന്നെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്റെ അടുക്കൽ ഒരു ചോദ്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പം ഈ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരു സ്ഥാപനത്തിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ നിബന്ധന എന്താണെന്ന് പറഞ്ഞാൽ 20%, അതായത് ആ 1 ലക്ഷം രൂപയുടെ 20% പ്രോഫിറ്റ് ആ സ്ഥാപനം കൊടുക്കും എന്നാണ് നമ്മുടെ മുന്നിൽ വന്ന വിഷയം. ആ പ്രോഫിറ്റ് ആണെങ്കിൽ 20% കൊടുക്കും. ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ട നിയമം അങ്ങനെ എത്ര വേണമെങ്കിലും ശതമാനം എന്ത് ചെയ്യാം, നമുക്ക് നിശ്ചയിക്കാം. സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് 20 ആണെങ്കിൽ 50 ആണെങ്കിൽ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിന്റെ പ്രോഫിറ്റ് കൊടുക്കും എന്നുള്ള വിഷയം. നഷ്ടം വരികയാണെങ്കിൽ നമുക്ക് ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്, അരിബുഹു അലാ മഷ്തറത വൽ വളിഅതു അലാ ഖദിർ സിൽമാൻ. ലാഭം വരികയാണെങ്കിൽ കച്ചവടക്കാർ പരസ്പര ധാരണയിലായിരിക്കുന്ന പെർസെന്റേജ് എത്രയാണോ അതിലായിരിക്കും. പക്ഷെ നഷ്ടം വരികയാണെങ്കിൽ ആ രീതിയിലായിരിക്കൂല നഷ്ടം, മറിച്ച് അവരിട്ട എമൗണ്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ നഷ്ടത്തെ എന്ത് ചെയ്യേണ്ടത്, രണ്ടുപേരും ഷെയർ ചെയ്യേണ്ടത്. അങ്ങനെ എൻ്റെ അടുക്കൽ വന്നു. അങ്ങനെ 1 വർഷത്തെ ഇവരുടെ പ്രോഫിറ്റും എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു. എനിക്ക് എഴുതി തന്നു, 1 വർഷം ഈ സ്ഥാപനം അവർക്ക് കൊടുത്ത പ്രോഫിറ്റ് കാണിച്ചു. അപ്പൊ ഏകദേശം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 1 വർഷം കൊണ്ട് 40% പ്രോഫിറ്റ് ആണ് അവർ 40,000 രൂപ പ്രോഫിറ്റ് ആണ് നൽകിയത്. 1 ലക്ഷത്തിന് 40,000 രൂപ 1 വർഷം പ്രോഫിറ്റ് നൽകി. അപ്പൊ ഞാനിത് കണക്കൂട്ടി നോക്കി. ഇത് അദ്ദേഹത്തിന്റെ ഈ 1 ലക്ഷത്തിന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ വെറും 20%. 20% ആകുമ്പോൾ ആ ലക്ഷത്തിന് എത്രയായിരിക്കും അതിന്റെ പ്രോഫിറ്റ്? 20% 40,000 രൂപയെങ്കിൽ 1 ലക്ഷത്തിന് 2 ലക്ഷം രൂപ ലാഭം കിട്ടണം, അല്ലേ? 2 ലക്ഷം രൂപ ലാഭം കിട്ടുമ്പോഴാണ് അവർക്ക് ഈ രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കാൻ കഴിയുന്നത്. 2 ലക്ഷം രൂപ ഒരാൾക്ക് ലാഭം കിട്ടും. അതിൽ മേളിൽ എന്റെ കണക്ക് കൂട്ടി വെച്ചപ്പോൾ ഇത്രയും 1 ലക്ഷത്തിന് 2 ലക്ഷത്തിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം. അപ്പം ഈ കച്ചവട സ്ഥാപനത്തിൽ ഇരട്ടിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഇരട്ടിയിൽ കൂടുതൽ ഒറ്റ വർഷം കൊണ്ട് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അതെന്താണ് അങ്ങനെ? അതെങ്ങനെ കിട്ടും? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ വിഷയത്തിൽ
പബ്ലിക് ലിമിറ്റഡ് കമ്പനികളായ 1-2 കമ്പനികൾ, ഇതേ സെക്ടറിലുള്ള കമ്പനികൾ, ഇവർ ഏതൊരു സ്ഥാപനമാണോ നടത്തുന്നത് അതേ സെക്ടറിലുള്ള വേറെ 1-2 കമ്പനികൾ ഞാൻ പരിശോധിച്ചു നോക്കി. ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ 18%, 20% ആ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. 18% എന്ന് പറയുമ്പോൾ 1,18,000 രൂപ ആണ് പ്രോഫിറ്റ്. അതിന്റെ 20% ഇവർ കൊടുക്കേണ്ടത്. അപ്പൊ അത് എത്രയോ നിസ്സാരമായ ഒരു തുകയാണ്. അപ്പൊ പിന്നെ എനിക്ക് വീണ്ടും സംശയം വന്ന് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ 1-2 പേരെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടില് അവർക്ക് കമ്പനികളുടെ ഫുള്ള് പ്രോഫിറ്റ് ലോസ് എല്ലാം അവരിൽ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഓഡിറ്റ് ചെയ്ത കമ്പനികളിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള സെക്ടർ ഏതാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞത് ഈ സെക്ടർ അല്ല, വേറൊരു സെക്ടറാ പറഞ്ഞത്. ആ സെക്ടറിൽ എത്ര ശതമാനമാണ് പ്രോഫിറ്റ്? അവർ 25 ആണ്. ഞാൻ ചോദിച്ചു, മറ്റൊരു സെക്ടറിൽ 200% ലാഭം ഉണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ? അപ്പൊ അദ്ദേഹം ചിരിക്കുക. അത് നടക്കൂല ഉസ്താദേ, അത് തട്ടിപ്പാണ്, അങ്ങനെ സംഭവിക്കൂല എന്ന് എന്നോട് പറഞ്ഞു. 200% ലാഭം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സെക്ടറിലും ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. വ്യക്തമായി ടാക്സ് എല്ലാം അടച്ച് എല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കമ്പനിക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് വളരെ നിസ്സാരമായ രീതിയിൽ അത് എന്ത് ചെയ്തു, പ്രതികരിച്ചു. ഇപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നൗഫൽ ഉസ്താദ് പറഞ്ഞതുപോലെ ആരെടുത്ത് നമ്മൾ നമ്മുടെ സമ്പത്ത് കൊടുക്കണം, അതൊരു വിഷയമാണ്. എവിടെങ്കിലും കൊണ്ട് നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്, അവിടെ 2 പേർക്ക് ലാഭം കിട്ടുന്നത് കണ്ടുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നു. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് കൃത്യമായ ലാഭമാണോ, അതല്ല വല്ല മണി ചെയിൻ തട്ടിപ്പ് വല്ലതും ആണോ? ഇത് ഒന്നും നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. നമ്മളുടെ മിക്ക സ്ഥലങ്ങളിലും ഈ വിഷയവുമായി ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ലാഭം എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. ചിലരടുത്ത് ഫിക്സ്ഡ് ലാഭം പല മസായിലുകൾ. അബ്ദുൽ സമദ് ഉസ്താദിന്റെ ചോദിച്ചാൽ അറിയാം, നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ പല രീതിയിലാണ് നമ്മളത് ചോദ്യങ്ങൾ വരുന്നത്. ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കുള്ള വിഷയങ്ങൾ ഒന്നുകിൽ ഫിക്സഡ് ആയിരിക്കും ലാഭം, ഇത് ശരീഅത്തിൽ ഹറാമാണ്. പക്ഷെ കൊടുക്കുന്നത് നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ആലിമീങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് പുതിയ കാലഘട്ടമാണ്. ഇതെന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടമാണ്. ഇന്ന് അടുത്തൊരു തലമുറയ്ക്ക് സുഖമായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയും. നമ്മുടെ ദീനിന്റെ ഖിദ്മത്തുകൾക്ക് ഒരു കോട്ടവും വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ കഴിയും. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ കഴിയും. നമ്മൾ കൂടുതൽ ഒരുപാട് ബിസിനസ്സിൻ്റെ പല മേഖലകളുണ്ട്. ഞാൻ പറഞ്ഞ അടിസ്ഥാന ഉസൂലുകൾ മുഫ്തി ഷഫീ സാബ് പറഞ്ഞ, ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മുള്ള പറഞ്ഞ ആ അടിസ്ഥാനമായ നിയമങ്ങളെ നമ്മൾ മുൻനിർത്തി വെച്ചുകൊണ്ട് ഓരോ ബിസിനസ്സുകളെ നമ്മൾ വിലയിരുത്താൻ ശ്രദ്ധിക്കുക. ഇപ്പം ഓൺലൈനിൽ ഒരുപാട് ഫ്രീലാൻസിങ് ബിസിനസ്സുകളുണ്ട്. അതായത് നമുക്ക് നല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരു കഴിവുണ്ട് എങ്കിൽ ആ കഴിവ് നമ്മൾ വിനിയോഗിച്ചുകൊണ്ട്, നമ്മൾ ഫിഖീൻ്റെ കിതാബിൽ അജീറുൽ മുഷ്തറക്ക് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണത്. അപ്പം നമ്മൾ ഏതൊരു സൈറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, എന്നിട്ട് ആ സൈറ്റിന് വേണ്ട കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പം നമ്മൾ ആ നിയമങ്ങളെല്ലാം പാലിക്കുന്നു. ഈ സൈറ്റ് ഹലാലാണോ, ഇവർ ചെയ്യുന്ന മാർക്കറ്റിംഗ്, ഇവരുടെ ബിസിനസ്സിൻ്റെ മോഡ് ഹലാലാണോ എന്നെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ആ സർവീസ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കൃത്യമായി അവർ നമുക്കതിൻ്റെ പൈസ തരും. അതിനുവേണ്ടി നല്ല എഴുതുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അങ്ങനെയുള്ളവർ. അതേപോലെ തന്നെ ഡാറ്റ എൻട്രി, ഇതിനെല്ലാം ഇന്ന് കാശാണ്. ഹലാലായ മാർഗത്തിൽ നല്ല വരുമാനം ചെയ്യാൻ കഴിയും. അതുപോലെ മറ്റൊരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പം അതിനെ സംബന്ധിച്ച് അതിൻ്റെ 2 വശവും നൗഫൽ ഉസ്താദ് നമ്മുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ആലിമീങ്ങൾ ചില വാർത്തകൾ തന്നെ ഇത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അവോയ്ഡ് ചെയ്തൊരു വിഷയമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, സെൻസസ്, ഇൻഡെക്സ്, നിഫ്റ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ വാർത്തയൊന്നും നമുക്കുള്ളതല്ല ഉള്ള ഒരു ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ഇത് കളയും. 2009 ഈ വിഷയത്തിൽ അന്ന് ഞാൻ കാഞ്ഞാറ് ബാക്കിയാത്തു സാലിഹാത്തിൽ ഞാൻ പഠിപ്പിക്കാൻ കയറിയ വർഷമാണ്. 2007 ഞാനവിടെ കയറുന്നത്. അപ്പം 2006-2007 ആയിരുന്നു അവിടുത്തെ ഞാൻ അവിടെ കയറി. 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വിഷയത്തിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി.
പക്ഷേ ഈ ലേഖനം എഴുതുന്ന സമയത്ത് പോലും ഞാൻ അന്നും ആ ലേഖനത്തിൻ്റെ തുടക്കം തന്നെ എഴുതിയിരുന്നു. ഇത് ഹസ്രത്ത് മൗലാന ജസ്റ്റിസ് തഖി ഉസ്മാനി ദാമത്ത് ബർക്കാത്തുഹും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വെച്ചുകൊണ്ട് എഴുതിയ കാര്യങ്ങളും, അതുപോലെ തന്നെ എനിക്കത് മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വേറെ 1-2 കിതാബും കൂടെ അവലംബിക്കേണ്ടി വന്നതുകൊണ്ട് അവരുടെ പേരും കൂടെ എഴുതിയിട്ട് അതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാൻ എഴുതുന്നതെന്ന് തുടക്കം തന്നെ ഞാൻ എഴുതിയിരുന്നു. പക്ഷേ എനിക്ക് വേണ്ട അവഗാഹം അതിൽ കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ വന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പല ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ വിഷയത്തിലൊന്ന് ഇറങ്ങി നോക്കണം. നമ്മൾ ഇതൊന്നും പഠിക്കാതെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഫത്വ മാത്രം നമ്മൾ നക്കൽ ചെയ്താൽ അവരുടെ സംതൃപ്തിയായ ഒരു നല്ലൊരു മറുപടി നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് ഒന്ന് കടക്കുന്നത്. അപ്പം കടന്നപ്പോഴത്തേക്ക് ഇത് സിമ്പിളാണ്. ഇത് ഇൻഷാ അല്ലാഹ് അരമണിക്കൂർ കൊണ്ട് നമ്മളൊന്ന് മെനക്കെട്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു സാധനമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും ഇതിൻ്റെ കച്ചവടവും എല്ലാം. അത്രയ്ക്ക് സിമ്പിളായ കുറച്ച് പ്രൊസീജിയേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ വെച്ചുകൊണ്ട് നാളെ തന്നെ ആരും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇത് പഠിക്കണം. ഇതിങ്ങനെ ഒരു മേഖലയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിനകത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡായ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിലും നമ്മളുടെ സെർച്ചിലെങ്കിലും നമ്മൾ ഒരുപാട് സമയം നമ്മളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെച്ച് നമ്മൾ ഈ വിഷയങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ഇതൊന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് എങ്കിൽ ഒരുപാട് വീഡിയോകളും യൂട്യൂബിൽ അതെല്ലാം ഉണ്ട്. നമ്മൾ നമ്മുടെ ഹലാല ഇസ്ലാമികമായ വശത്തിലൂടെ മാത്രം ചിന്തിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, ഇതിനകത്ത് കഴിഞ്ഞ മാസം ഞാനത് എൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കാം. കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു അനുഭവം. ഇപ്പം നമുക്കൊരു കമ്പനി, ഈ കമ്പനി സാധാരണ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു കമ്പനിക്ക് കുറച്ച് ഫണ്ട് വേണം. സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ പഴയ ഉദാഹരണം തന്നെ എടുക്കാം, സെയ്ദിൻ്റെ കമ്പനി. അപ്പം ആ കമ്പനി സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ കമ്പനി നടക്കുന്നു. അപ്പോൾ സെയ്ദിനൊരു മനസ്സിലൊരു വിചാരം, എനിക്ക് ഈ കമ്പനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, ഒന്ന് വിശാലമാക്കണം, ഇതിൻ്റെ ഔട്ട്ലെറ്റുകളൊന്ന് കൂട്ടണം. അപ്പോൾ എനിക്ക് കുറച്ച് ഫണ്ട് വേണം. കമ്പനി ആരും കടം തരാൻ തയ്യാറല്ല. അപ്പോൾ അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ കുറച്ച് ഷെയർ വിൽക്കുന്നു. വിൽക്കുന്നു. അപ്പോൾ ആ ഷെയർ ആര് വാങ്ങുന്നു, ആ ഷെയറിൽ നിന്ന് അദ്ദേഹത്തിന് അത് ക്യാഷ് കിട്ടും. പിന്നെ നമുക്ക് നോക്കുമ്പം ഫിഖിൻ്റെ വീക്ഷണത്തിൽ അതിനെ വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യാൻ വെച്ച് പരിശോധിക്കാൻ പറ്റും. ഈ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ജായിസാണോ അല്ലയോ, ഈ ശരീക്കന്മാർ ഷിർക്ക് അതിൻ്റെ ഓരോരോ ഷെയറുകൾ വാങ്ങുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, തൻ്റെ കമ്പനി ഇപ്പോൾ 1 കോടി രൂപ മുതൽ മുടക്കുള്ള തൻ്റെ ഒരു കമ്പനി, 1 കോടി രൂപ വാല്യൂ ഉള്ള തൻ്റെ ആ കമ്പനിയെ അദ്ദേഹം 1 ലക്ഷം ഷെയറായി എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. 1 ലക്ഷം ഷെയറാണ് ആ കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത്. ഒരു ഷെയറിന് 10 രൂപ വിലയാണ്. ഒരു ഷെയറിന് 100 രൂപ വിലയാണ്. അങ്ങനെ 100 രൂപ വിലയുള്ള 1 ലക്ഷം ഷെയറാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിക്കുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ടത് ഒരു 30 ലക്ഷം രൂപയാണ് എങ്കിൽ, അപ്പോൾ അദ്ദേഹം അതിൻ്റെ തോതനുസരിച്ചുള്ള ഷെയറുകൾ എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുന്നതിന് ആദ്യം അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പാണ് IPO എന്ന് പറയും. നമ്മൾ പല സമയത്തും വാർത്തകൾ വന്നിട്ടുണ്ട്, ഈ പുതിയ കമ്പനികൾ അവരുടെ IPO തുടങ്ങുന്നു, അവരുടെ IPO പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇതാണ് സംഭവം. ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് എന്ന് പറഞ്ഞാൽ ഇവർ ഷെയർ മാർക്കറ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. ഷെയർ മാർക്കറ്റിലേക്ക് കടക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഓഹരി വിൽക്കാൻ വേണ്ടി ആദ്യം പരസ്യം ചെയ്യുന്നു. അപ്പോൾ ഈ ഓഹരി വാങ്ങാനൊരു സ്ഥലം വേണം, അതിനൊരു മാർക്കറ്റുണ്ട്. ഇപ്പോൾ ഇവരാൾ നിന്ന് നേരിട്ടല്ല വാങ്ങേണ്ടത്. അപ്പം അതിന് ഒരു മാർക്കറ്റുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഈ മാർക്കറ്റ് 2 മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റായിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് അദ്ദേഹം വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഷെയർ എന്ത് ചെയ്യാൻ വേണ്ടി, വിൽക്കാൻ വേണ്ടി. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബ്രോക്കറിൻ്റെ ജോലിയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഷെയർ അവിടെ കൊണ്ടുവെക്കുന്നു, അവിടെ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഷെയർ വാങ്ങുന്നു, ആദ്യത്തെ ഷെയർ. അപ്പോൾ അതിനുവേണ്ടി ഇന്ത്യയിൽ 2 സ്റ്റോക്ക് മാർക്കറ്റാണുള്ളത്. ഒന്ന് BSE ആണ്, 2 NSE ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് സിമ്പിളാണ്. ഒന്ന് ഏകദേശം നല്ല
150 വർഷം പഴക്കമുള്ളതാണ് BSE. NSE അത്രയും പഴക്കമില്ല. ഇപ്പോൾ ഇത് രണ്ടും ബോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും രണ്ടും എവിടെയാണ്? ബോംബെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മാർക്കറ്റ് നമ്മുടെ. ഈ മാർക്കറ്റിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ബ്രോക്കർ വഴി എന്ത് ചെയ്യും? ഷെയറുകൾ വാങ്ങും. അദ്ദേഹത്തിൻ്റെ ഷെയർ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് ആ ഫണ്ട് കിട്ടും. ആ ഫണ്ട് കൊണ്ട് അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്ന ആ കാര്യം എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇതാണ് സിമ്പിൾ മെത്തേഡാണ് ഇതിൻ്റെ. അത് കഴിഞ്ഞ് അടുത്തൊരു വിഷയമാണ്, അദ്ദേഹത്തിൻ്റെ ഫണ്ടും കൊണ്ടുപോയി ഷെയർ നാട്ടുകാർ വാങ്ങിച്ചു. ഇപ്പോൾ ഷെയർ നാട്ടുകാരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല, ഇനി അടുത്തത് ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി. ഇതിനകത്ത് ഇനി ഒരു കാര്യവും രഹസ്യമായി വെക്കാൻ പറ്റില്ല, എല്ലാം പരസ്യമാണ്. ഈ കമ്പനിയുടെ റിസൾട്ടും അവരുടെ ക്വാർട്ടർ റിസൾട്ടും എല്ലാ കാര്യവും പരസ്യമാണ്. ഈ കമ്പനിക്ക് ഇനി ഒരു കാര്യവും രഹസ്യമില്ല. അപ്പോൾ ആ കമ്പനിയുടെ ഷെയർ ഉദാഹരണമായിട്ട് നേരെ IPO വഴി ഞാനാണ് ആ ഷെയർ വാങ്ങിച്ചതെങ്കിൽ ഞാൻ എത്ര ഷെയർ വാങ്ങിയോ അതിൻ്റെ ഉടമസ്ഥനാണ്. ഇനി എൻ്റെ ഷെയർ എനിക്ക് വേറൊരാൾക്ക് വിൽക്കാം. എൻ്റെ ഷെയർ എനിക്ക് വേറൊരാൾക്ക് വിൽക്കാം. ഞാനും എന്ത് ചെയ്താൽ മതി? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി എനിക്കത് വിൽക്കാൻ പറ്റും. അപ്പം നല്ല കമ്പനിയാണ്, നല്ല പൊട്ടൻഷ്യലുള്ള കമ്പനിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ ഷെയർ വാങ്ങാൻ ആൾക്കാർ കൂടുതൽ വരും. സാധാരണ എപ്പോഴും നമുക്കറിയാം വസ്തുക്കളുടെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഡിമാൻഡും സപ്ലൈ അനുസരിച്ചാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡിമാൻഡ് കൂടുതലാണെങ്കിൽ സാധനത്തിൻ്റെ വില കൂടും. സപ്ലൈ കുറയുക, ഡിമാൻഡ് കൂടുക, ഇത് സാധനത്തിൻ്റെ വില കൂടും. അതേപോലെ തന്നെ ഒരു സാധനത്തിൻ്റെ സപ്ലൈ എല്ലായിടത്തും സുലഭമാണ്, വലിയ ഡിമാൻഡില്ല, സാധനത്തിൻ്റെ വില എന്ത് ചെയ്യും? കുറയും. ഇത് നല്ല കമ്പനിയാണ്, ഭാവിയിൽ നല്ല പ്രോഫിറ്റ് തരുന്ന കമ്പനിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി വരും. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബയേഴ്സ് ഇതിൻ്റെ കൂടുകയും സെല്ലേഴ്സ് കുറയുകയും ചെയ്യും. ഇങ്ങനെ കുറയുന്ന സമയത്ത് ഈ ഷെയറിൻ്റെ വില എന്ത് ചെയ്യും? കൂടും. 100 രൂപ ഉണ്ടായിരുന്ന ഷെയർ 150 പോകും, 200 പോകും. ഈ രീതിയിൽ ആ ഷെയർ എന്ത് ചെയ്യും? പോകും. ഇതാണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന സംഭവം. അപ്പം നമ്മൾ പറഞ്ഞ ഇതിനകത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട. ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഈ BSEയുടെയും NSEയുടെയും സ്റ്റോക്കുകളുടെ പെർഫോമൻസുകൾ അറിയാനുള്ളൊരു ഇൻഡിക്കേറ്റർ. അതിനാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് വലിയ കാര്യമൊന്നുമല്ല. അപ്പം ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് BSE എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആണോ അപ്പാണോ എന്ന് നോക്കണമെങ്കിൽ ഓരോ കമ്പനികളും എടുത്ത് പരിശോധിക്കേണ്ട കാര്യമില്ല. ഈ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ BSE എന്ന് പറയുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏകദേശം 30 കമ്പനികൾ, നല്ല പെർഫോമൻസ് ഉള്ള 30 കമ്പനികൾ, അവരൊരു പ്രത്യേക കാൽക്കുലേറ്റിംഗ് ഉണ്ട്. ആ കാൽക്കുലേറ്റിങ്ങിനാണ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കാൽക്കുലേറ്റിങ്ങിൻ്റെ മെത്തേഡാണ്. ഈ മെത്തേഡ് വെച്ച് ഒരു എണ്ണത്തിലെ ഒരു സംഖ്യയിലേക്ക് അവർ വരും. ഈ 30 കമ്പനികളെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ആ സംഖ്യ. അത് 61,000, 62,000 ആയി. അപ്പം നാളെ നോക്കുമ്പോഴത്തേക്ക് 63,000 ആകുന്നു. പിന്നെ അടുത്ത ദിവസം അത് 64,000 ആകുന്നു. 1000 വെച്ച് പൊങ്ങും. കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുകളിലേക്കാണ്. ഇത് താന്നോട്ട് പോകുന്നു, 60 വരുന്നു, 59 വരുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് താഴോട്ടാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെയാണ് NSE, അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. BSEയിൽ ഏകദേശം 5000-ഓളം കമ്പനികളുണ്ട് കേട്ടോ. 5000-ഓളം കമ്പനിയിൽ നിന്നാണ് വെറും 30 കമ്പനികൾ, നല്ല പെർഫോമൻസ് ഉള്ള 30 കമ്പനികൾ അവരെന്ത് ചെയ്യുന്നത്. NSEയിലാണെങ്കിൽ 2000 കമ്പനികളാണുള്ളത്. ഈ 2000 കമ്പനിയും BSE കാണും. വളരെ തുച്ഛമായ കമ്പനിയുള്ളൂ BSEയിൽ ഇല്ലാത്തത് NSEയിലുള്ളത്. എന്നുവെച്ചാൽ എൻ്റെ ഷെയർ, എൻ്റെ കമ്പനിയുടെ ഷെയർ ഒരാൾക്ക് BSEന്ന് വേണമെങ്കിലും വാങ്ങാം, NSEന്ന് വേണമെങ്കിലും വാങ്ങാം. അയാളുടെ ബ്രോക്കർ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അതൊരു വിഷയമുള്ള കേസേ അല്ല ഇത്. പിന്നെ NSEയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു ഇലക്ട്രോണിക് സെല്ലിംഗ് തുടങ്ങിയത്, ഇലക്ട്രോണിക് ബൈയിങ്, ഇലക്ട്രോണിക് സെല്ലിംഗ് തുടങ്ങിയതാണ് ഈ NSE എന്ന് പറയുന്നത്. BSE അത് കഴിഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിനകത്ത് അവർ നിശ്ചയിച്ചിരിക്കുന്നത് ഇവരുടെ ഇൻഡെക്സാണ് നിഫ്റ്റി 50 എന്നാണ് പറയുന്നത്. BSEക്കാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. നമ്മൾ സെൻസെക്സ് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. സംഭവം BSEയുടെ ഇൻഡെക്സ് ആണ് ഈ സെൻസെക്സ്. ആ സെൻസെക്സ് ഉയരുക, സെൻസെക്സ് താഴുക. താണാൽ ഷെയർ മാർക്കറ്റ് ഇടിയുകയാണെന്നർത്ഥം. ഉയരുകയാണെങ്കിൽ അത് കയറുകയാണ്. ഇതേ സംഭവമാണ് നിഫ്റ്റി. നിഫ്റ്റിയിൽ അതിനകത്ത് നമ്മൾ എഴുതി അപ്പുറത്തുണ്ട് നിഫ്റ്റി 50. ഇവിടെ 30 കമ്പനിയാണെങ്കിൽ അവർക്ക് 50 കമ്പനികളാണ് അവർ ഈ മാനദണ്ഡം നിശ്ചയിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഈ 50 കമ്പനികളെ വെച്ച് അവരെന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും.
കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന അവരുടെ കണക്ക് അതിപ്പോൾ 21,000 22,000 എന്ന കണക്കിലാണ് ഇപ്പോൾ പോകുന്നത്. ഏതിൻ്റെ? NSEയുടെ നിഫ്റ്റി 50. അപ്പോൾ അത് മുകളിലേക്ക് കയറാം, താഴെ കയറാം. ഇത് രണ്ട് ഏകദേശം ഒരുപോലെയായിരിക്കും പ്രവർത്തിക്കുന്നത്. നിഫ്റ്റി ഒരിക്കലും എന്തില്ല, സെൻസെക്സ് ഇടിയുകയും നിഫ്റ്റി കയറുകയും സംഭവിക്കില്ല. ഇതിപ്പം നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ 50 കമ്പനികളാണ്. ഇപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് ചേരുമ്പോൾ ഈ നിഫ്റ്റിയുടെ തന്നെ വ്യത്യസ്തമായി, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിഫ്റ്റി ഓട്ടോ എന്നുവെച്ചാൽ ഓട്ടോമൊബൈൽ കമ്പനികളുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇൻഡെക്സ് എടുക്കാൻ പറ്റും. അപ്പം ഓട്ടോമൊബൈൽ ഇപ്പോൾ കയറുകയാണോ താഴുകയാണോ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക് കമ്പനി നിഫ്റ്റി ഫാർമ. അപ്പോൾ ഫാർമസ്യൂട്ടിക് കമ്പനി കയറുകയാണോ, ചിലപ്പം മാർക്കറ്റ് ഇടിയുമായിരിക്കും, പക്ഷേ ഏതെങ്കിലും ഒരു സെക്ടർ ഭയങ്കരമായിട്ട് കയറുന്നുണ്ടാവും. നമ്മൾ 3 വർഷം മുമ്പ് കോവിഡിൻ്റെ പ്രശ്നം ഉണ്ടായില്ലേ? കോവിഡിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് മാർക്കറ്റ് ഇവിടെയൊക്കെ വെച്ചിട്ട് 1000 വെച്ചിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. 1000 ഇവിടെ 2000 3000 വെച്ചൊക്കെ ഡെയിലി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഷെയർ എന്ന് പറയുന്നത് 500ൻ്റെ ഷെയറൊക്കെ നേരെ താഴേക്ക് വന്ന് 40 രൂപ 30 രൂപയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ ഈ സമയത്ത് പോലും നിഫ്റ്റി ഫാർമ നമ്മൾ എടുത്ത് നോക്കുമായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് കയറുന്നൊരവസ്ഥയാണ്. കാരണം ആ സമയത്ത് കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ മെഡിസിൻ കച്ചവടം നടന്ന സമയമാണത്. അപ്പം നിഫ്റ്റി ഫാർമ, അത് ഫാർമ മാത്രം എടുത്ത് നോക്കുമ്പോൾ നല്ലതുപോലെ കയറുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പം ആ സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഷെയറുകൾ അവരുടെ വിറ്റിട്ട് ഫാർമ കമ്പനിയിലേക്ക് തിരിയും. കാരണം ഇപ്പം ഫാർമയ്ക്ക് നല്ല ഡിമാൻഡാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭം കൊയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ സെൻസെക്സോ അല്ലെങ്കിൽ നിഫ്റ്റി ഇടിഞ്ഞാൽ പോലും ലാഭം ഉണ്ടാക്കുന്നവരുണ്ടാവും. സിമ്പിളായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അത് ആ കാര്യം നല്ലതുപോലെ പഠിച്ചാൽ ഷെയർ മാർക്കറ്റ് എത്ര ഇടിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോർട്ട്ഫോളിയോ നല്ല കയറുന്നുണ്ടാവും. അത് ഈ രീതിയിലാണ് ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു സംഭവമാണ്, നമുക്ക് എങ്ങനെ, ഹൗ ക്യാൻ വി ബൈ എ സ്റ്റോക്ക്? എനിക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങാം? നമുക്ക് വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണ്ടേ? വാങ്ങണം, വിൽക്കണം, അതാണല്ലോ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പം നമുക്കൊരു സ്റ്റോക്ക് വാങ്ങാൻ എന്ത് ചെയ്യണം? സിമ്പിളാണ്. 2 അക്കൗണ്ടാണ് ഒരു സ്റ്റോക്കിന് വേണ്ടത്. ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് പോലെ മൊബൈലിൽ തന്നെ തുടങ്ങാവുന്ന ഒരു അക്കൗണ്ടാണ്. മൊബൈലിൽ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ തിരക്കുകളായിപ്പോയി. ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാവരുടെ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇരുന്നിട്ട് ഈ 2 അക്കൗണ്ടുകൾ നമുക്ക് തുടങ്ങാനുള്ള സംവിധാനം ചെയ്യാം. ഒരു 2 ദിവസത്തെ ഇതാണ്, പ്രോസസ്സിംഗ് ആണ്. അക്കൗണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് സബ്മിറ്റ് ചെയ്താൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ ബ്രോക്കർ നമ്മളെ വിളിക്കും, നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണായി, നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അപ്പോൾ 2 അക്കൗണ്ടാണ്, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, 2 ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് പൂർണ്ണമായിട്ടും സെബി, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ആളാണ് സെബി. നമ്മൾ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് RBI ആണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഫുള്ളായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ടീമാണ്, അതിനാണ് സെബി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ 2 അക്കൗണ്ടുകൾ തുടങ്ങുകയാണ്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, 2 ഡിമാറ്റ് അക്കൗണ്ട്. ഈ 2 അക്കൗണ്ടും ഇപ്പം ഒരുപാട് ബ്രോക്കേഴ്സുകൾ ഈ അക്കൗണ്ട്, ഇപ്പം നമുക്ക് വ്യത്യസ്ത ബാങ്കുകളില്ലേ നമുക്ക് അക്കൗണ്ടുകൾ തരാനുണ്ട്, എന്നതുപോലെ ഒരുപാട് ബ്രോക്കേഴ്സുകളുണ്ട്. അവരെല്ലാവരും നമ്മുടെ പിറകെ നടക്കുകയാണ്. നമ്മൾ വിളിക്കും, അക്കൗണ്ട് തുടങ്ങുന്നുണ്ടോ, നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങുന്നുണ്ടോ, നമ്മളെ വിളിക്കും. നമ്മൾ ആ ഭാഗത്ത് ചുമ്മാ നമ്മുടെ മൊബൈലെടുത്തൊന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ മൊബൈലിനകത്ത് നാളെ നമ്മൾ ചുമ്മാ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൊബൈലിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ അപ്പം തന്നെ ഡാറ്റ അവിടെ കിട്ടും. അപ്പം തന്നെ ഡാറ്റ എന്തെങ്കിലും. ഇന്നലെ പോലും എന്നെ SBI നിന്ന് വിളിച്ചിരുന്നു, അക്കൗണ്ട് തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇന്നലത്തെ സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് അങ്ങനെയൊന്നും രഹസ്യമൊന്നുമില്ല, നമ്മുടെ ഡാറ്റകൾ എല്ലായിടത്തും പോകുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് സെർച്ച് ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് കോൾ വരും, നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മാർക്കറ്റിൽ ഇപ്പം ഡിസ്കൗണ്ട് ബ്രോക്കർമാരുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഫീസ് ഒന്നും കൊടുക്കണ്ട, ചെറിയ രീതിയിലുള്ള ഫീസ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർ നമുക്ക് അക്കൗണ്ടുകൾ തുറന്നു തരും. അതിന് നമുക്ക് പല ഇതുണ്ട്. ഇപ്പം ഞാനാണ് ഇതിനകത്ത് ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് നിങ്ങൾക്ക് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ടാണ്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് തന്നെ എടുക്കണമെന്നില്ല. അപ്സ്റ്റോക്ക് ഉണ്ട്, സെറോദ ഉണ്ട്, 5 പൈസ ഉണ്ട്. ഇതുപോലെ വിശാലമായി കിടക്കുകയാണ്. ഏഞ്ചൽ, ഇങ്ങനെയുള്ള വ്യത്യസ്ത അക്കൗണ്ടുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, തുറന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ നമുക്ക് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു പാൻ കാർഡുമാണ്. ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു പാൻ കാർഡും. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് സിമ്പിളായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും.
അപ്പോൾ നമ്മളത് നമ്മുടെ പാൻ കാർഡ് അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഇത് രണ്ടും മസ്റ്റാണ്. ഇത് രണ്ടും ഉണ്ട് എങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ മൊബൈലുകളിൽ ഡിജി ലോക്കർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാവും. ഡിജി ലോക്കർ ആപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു സാധനം നമുക്ക് പേപ്പറിൻ്റെ പോലും ആവശ്യമില്ല. എല്ലാം ആ ഡിജി ലോക്കറുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഡിജി ലോക്കറിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പാനും അതും ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഇതെല്ലാം ക്ലിയർ ആക്കി നമ്മുടെ അക്കൗണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. ഒരു ദിവസമല്ല, ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അസിസ്റ്റൻസുകളുണ്ട്, അവർ വിളിക്കും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും, നമ്മുടെ കാര്യങ്ങൾ റെഡിയാക്കി തരും, നമുക്ക് അക്കൗണ്ടുകൾ തുറക്കാം. അക്കൗണ്ടുകൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ലോകത്തേക്ക് കടക്കുകയാണ്. ഇവിടെ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങുക, വിൽക്കുക എന്ന അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ ഇനിയാണ് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റോക്കുകൾ, ഇതിപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡിൻ്റെ ഒരു കമ്പനിയാണ്. അപ്പം ആ കമ്പനിയുടെ ഇന്ന് അതിൻ്റെ സ്റ്റോക്ക് 882 രൂപയാണ്. 882 രൂപയാണ്. അതായത് ഇന്നലെ ശനി ഞായറും എന്തുണ്ടാവില്ല, സ്റ്റോക്ക് മാർക്കറ്റ് ലീവായിരിക്കും. 5 ദിവസങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ഇപ്പോൾ 882 രൂപ ഇന്നലത്തെ റേറ്റാണ്, 882. അതേസമയം ഒരു 3 വർഷം മുമ്പ് ഈ ടാറ്റ മോട്ടോഴ്സ് 3 വർഷം എടുത്ത് 5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 150 പക്ഷേ 5 വർഷം കഴിഞ്ഞൊരു കോവിഡ് വന്നതിന് ശേഷം 3 വർഷം മുമ്പ് നമ്മൾ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ റേറ്റാണ് 178 രൂപയ്ക്കൊക്കെ ഈ ഷെയർ വാങ്ങുമായിരുന്നു. ഇത് 75 രൂപയിൽ പോയിട്ടുണ്ട് കോവിഡ് സമയത്ത്. ആ സമയത്ത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ, കോവിഡ് സമയത്ത് 1 ലക്ഷം രൂപ ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തയാൾ ഇന്ന് 10 ലക്ഷം രൂപയായിട്ട് അദ്ദേഹത്തിന് ഇറങ്ങി വരാം, സിമ്പിളായിട്ട്. ആ രീതിയിൽ കമ്പനി എന്ത് ചെയ്തു, കയറിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കമ്പനികളുണ്ട്. ഞാനിപ്പം 1-2 കമ്പനികൾ ഇപ്പോൾ പറഞ്ഞതാണ്. ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വലിയ വലിയ കമ്പനികളുടെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഇതേപോലെ നഷ്ടം സംഭവിച്ച കമ്പനികളും ഉണ്ട്. പക്ഷേ നഷ്ടം സംഭവിച്ച കമ്പനി ലാഭം ഉണ്ടാക്കിയ കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്. ഒരുപാട് കമ്പനികൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇപ്പം അദാനി പവർ 557 രൂപയ്ക്കാണ് അദാനി പവർ. ഇത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഹലാലായ കമ്പനിയാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വിഷയം സംസാരിക്കും. ഇപ്പോൾ 557 രൂപയാണ് ഈ കമ്പനിയുടെ ഷെയർ. അതേസമയം കോവിഡ് സമയത്ത് അദാനി പവർ ഒരാൾക്ക് 40 രൂപയ്ക്ക് വാങ്ങാമായിരുന്നു. 1 ലക്ഷം രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ അദ്ദേഹം 12 ലക്ഷം രൂപ അല്ലെങ്കിൽ 14 ലക്ഷം രൂപയായിട്ട് അദ്ദേഹത്തിന് ഇറങ്ങി വരായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് കടക്കാം. ആ റിപ്പോർട്ട് വന്നപ്പോൾ ഈ കമ്പനി ഇടിയുകയുണ്ടായി. 80% 70% ഇവരുടെ ഓരോ കമ്പനിയും ഇടിഞ്ഞത്. ആ സമയത്ത് ഈ ഷെയർ 100 രൂപ വരെ എത്തിയായിരുന്നു, 110 രൂപ വരെ എത്തിയായിരുന്നു. പിന്നെയാണ് വീണ്ടും ഇത് 500ലേക്ക് കയറിയത്. ആ ഇടിഞ്ഞ സമയത്ത് ജനുവരിയിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ഉസ്താദന്മാരത്തൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഷെയർ വേണമെങ്കിൽ ഇവരുടെ ഷെയർ വേണമെങ്കിൽ വാങ്ങിച്ചിട്ടോ, കാശുള്ളവർ വാങ്ങിച്ചിട്ടോ, 1 വർഷം കഴിയുമ്പോൾ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടെല്ലാം വന്ന് ഇടിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ഇത് ഏകദേശം ഇരട്ടിയാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇരട്ടിയല്ല, 4 ഇരട്ടിയാണ് ആയത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു ഹലാലായ മാർഗമാണ്. നമുക്ക് ഹലാലായ കമ്പനികൾ കണ്ടെത്തി എന്ത് ചെയ്യുക. ഇത് രണ്ടും കണ്ടിട്ട് ആരും കയറിയിട്ട് നാളെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്തേക്കല്ലേ, ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടാണ് അതാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നേരെ കയറിയിട്ട് അദാനി തന്നെ ഇടും. അപ്പോഴായിരിക്കും അടുത്ത റിപ്പോർട്ട് പറഞ്ഞത് ഹിൻഡൻബർഗിൻ്റെ, വീണ്ടും 100ലേക്ക് പോകും. അപ്പം 1 ലക്ഷം ഇട്ടവന് ലാസ്റ്റ് 20,000 രൂപയും കൊണ്ട് ഇറങ്ങി വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇതൊരു റെക്കമെൻഡായിട്ട് എടുക്കരുത്, സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. ഞാനിത് പഠിക്കാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് 1-2 മാസം സപ്പോർട്ട് ചെയ്യാം. ഒരു ഗ്രൂപ്പ് തുറന്നിട്ട് 1-2 മാസം ഇതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യാം. സ്റ്റോക്ക് റെക്കമെൻഡൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, പാടില്ല എന്നുമാണ് നിയമം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നത് ഒന്നത്, പിന്നെ ഏതൊക്കെ കമ്പനിയാണ്, നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. 2 കാര്യങ്ങൾ ശറഇന്റെ വീക്ഷണത്തിൽ നമ്മൾ പരിശോധിക്കണം. ഒന്ന്, എങ്ങനെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം, എങ്ങനെ സെല്ല് ചെയ്യാം. 2, ഏതൊക്കെ കമ്പനിയുടെ സ്റ്റോക്ക് നമുക്ക് വാങ്ങാം. അത് ഒരു ഇച്ചിരി വിശാലമായ ചർച്ച ഉള്ളതുകൊണ്ടാണ് അതിനെ ഞാൻ രണ്ടാമതാക്കിയിട്ട് ഈ ചർച്ച ആദ്യം കൊണ്ടുപോകുന്നത്. എങ്ങനെ ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങാം. സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് വാങ്ങാൻ പോകുമ്പോൾ 2 സിസ്റ്റമാണ് നമുക്ക് കാണുന്നത്. ഒന്ന് ഇൻട്രാഡേ, 2 ഡെലിവറി. നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ഒന്നാമത്തെ ഇൻട്രാഡേ. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക്
നമ്മൾ ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ വിറ്റ് പോകുന്ന ഒരു സിസ്റ്റമാണത്. ഇന്ന് നമ്മൾ വാങ്ങുന്നു, ഇന്ന് തന്നെ വിൽക്കുന്നു. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു ഷെയർ വാങ്ങുമ്പോൾ അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു ഷെയർ വാങ്ങുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനി, ഇപ്പോൾ അദാനി പവറിൻ്റെ ഒരു ഷെയർ ഞാൻ വാങ്ങുകയാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ബ്രോക്കറിനോട് ഞാൻ പറയുകയാണല്ലോ എനിക്കൊരു ഷെയർ വേണമെന്ന്. അതാണ് ഒരു ഷെയർ ഞാൻ ഇട്ട് അതിൻ്റെ റേറ്റും ഇട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ബൈ അടിക്കുന്നു. ബൈ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പറയപ്പെട്ട ബ്രോക്കർ പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ റേറ്റിന് വിൽക്കാൻ ആളുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അയാൾ നിന്ന് ഇത് വാങ്ങിത്തരും. ഇതപ്പം തന്നെ വാങ്ങുമെങ്കിലും എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകാൻ ടൈം എടുക്കും. എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇത് വരില്ല. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ വർഷം വരെ വന്നത് T+2 ആയിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ട്രേഡ് ചെയ്ത ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടേ എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യൂ? സ്റ്റോക്ക് വരൂ. ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് വന്നാൽ മാത്രമേ ഞാൻ കമ്പനിയുമായിട്ട് എൻ്റെ ബന്ധം വരൂ. ഉദാഹരണമായിട്ട് കമ്പനി പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് കമ്പനിയുടെ ഒരു ഷെയറിന് 10 രൂപ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റോക്ക് ക്രെഡിറ്റ് ആകുന്നത്. അതിനു മുമ്പ് ഇത് ആരുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ്? അയാളുടെ അക്കൗണ്ടിൽ ഈ പൈസ പോകും. എൻ്റെ അക്കൗണ്ടിൽ പൈസ വരില്ല. എൻ്റെ അക്കൗണ്ടിൽ പൈസ വരണമെങ്കിൽ എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ആകണം. ഷെയർ എൻ്റെ ഡിമാറ്റ്, അതിന് നമുക്ക് പരിശോധിക്കാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് നമ്മുടെ തുറക്കാൻ പറ്റും. അതിനകത്ത് കയറിയോ ഇല്ലയോ എന്ന് ചുമ്മാ വന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പം മുമ്പ് ഇത് ട്രേഡ് +2 ഡേ ആയിരുന്നു. ഇപ്പം അത് മാറി T+1 ആണ്. ഇപ്പം എല്ലാം ട്രേഡ് ചെയ്ത ദിവസവും കഴിഞ്ഞ് അടുത്ത ദിവസവും കൂടെ വെയിറ്റ് ചെയ്യണം. 3-ാമത്തെ ദിവസം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നോക്കിയാൽ ആ ഷെയർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ശരീഅത്തിൻ്റെ ഇസ്തിലാഹിലെ ഖബല. ശരീഅത്തിൻ്റെ ഇസ്തിലാഹിൽ നമ്മൾ പറയില്ല, ഖബല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതിനകത്ത് ഈ കാര്യം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഖബല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഹദീസിനകത്ത് നമുക്ക് കാണാൻ കഴിയും, ലാ യഹില്ലു സലഫും വബൈഉൻ വലാ ഷർത്താനി ഫീ ബൈഇൻ വലാ റിബ്ഹു മാ ലം യളുമൻ. ഇത് ഒരാളുടെ റിസ്കിൽ വരുന്നതിന് മുമ്പ് ആ വസ്തുവിൻ്റെ ലാഭമെടുക്കൽ ശരീഅത്ത് തടഞ്ഞിരിക്കുകയാണ്. ശരീഅത്ത് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇൻട്രാഡേ എന്ന് പറയുന്ന സംഭവം ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഹറാമാണ്. ഇന്നെടുത്ത് ഇന്ന് വിൽക്കുന്ന രീതി. കാരണം അതിനകത്ത് എന്തില്ല? ഖബലയില്ല. അതിനകത്ത് എന്തില്ല? ഖബലയില്ല. ഡിമാറ്റ് അക്കൗണ്ടിൽ 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ എടുക്കാൻ പറഞ്ഞു, എൻ്റെ ആൾ എടുത്തു. പക്ഷേ അത് എൻ്റെ ഖബലയിൽ വന്നിട്ടില്ല. എൻ്റെ ഖബലയിൽ 2 ദിവസം കഴിഞ്ഞ് ഇത് വരൂ. എൻ്റെ ഖബലയിൽ വന്ന് കമ്പനിയിൽ നിന്ന് ഒഫീഷ്യലായിട്ട് മെയിലൊക്കെ എനിക്ക് വരണമെങ്കിൽ എല്ലാം എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ പറയപ്പെട്ട ഷെയർ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻട്രാഡേ, അതായത് ഇന്ന് തന്നെ വാങ്ങി കയറുന്ന കണ്ട് ഇന്ന് തന്നെ വിൽക്കുന്ന ഒരു രൂപം മിക്ക ആൾക്കാരും ഇത് ചെയ്യാറുണ്ട്. ഇത് ചെയ്യുന്നവർക്ക് കൂടുതലും ഈ ഡെലിവറി, രണ്ടാമത്തെ ഞാൻ പറയാം, ഡെലിവറി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അതിൽ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോൾ ഈ ഇൻട്രാഡേ ഈ രൂപത്തിൽ ചെയ്യുന്നത് തീർത്തും ഹറാമാണ്. നമ്മുടെ ഖബലയിൽ പൂർണ്ണമായും വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ഈ ഷെയർ അടുത്താക്ക് വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് 2 ദിവസം എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം. വാങ്ങിയതിന് ശേഷം വാങ്ങിയ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും നമ്മൾ വെയിറ്റ് ചെയ്യണം. T+1 അടുത്ത 2024 തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വന്നതാണ്. അന്ന് തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാനുള്ള സംവിധാനം ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ, അടുത്ത ദിവസം നമുക്ക് വിൽക്കാൻ പറ്റും. നമ്മൾ സിമ്പിളായിട്ട് നോക്കിയാൽ മതി. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, ഈ നമ്മൾ വാങ്ങിയ ഷെയർ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പറ്റും. ഇതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ റിബ്ഹു മാ ലം യളുമൻ, അത് നമ്മുടെ റിസ്കിൽ വരുന്നതിന് മുമ്പ് ലാഭം എടുക്കുന്നതാണ്, അത് പാടില്ല. അപ്പം അതിനകത്ത് ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഞാൻ പറഞ്ഞ 9 ഉസൂലുകളിൽ കൗനുൽ മബി ഗൈറ മഖ്ദൂരി തസ്ലീം എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം ഈ പറയപ്പെട്ട ഹദീസ് അതിൻ്റെ തഹ്തിൽ അദ്ദേഹം കൊണ്ടുവന്നതാണ്. രണ്ടാമത്തെ ഒരു വിഷയമാണ് സബബൽ ലി ഫസാദി ഇന്തിലാമിൽ മംലക. അത് ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ചർച്ച ചെയ്യാം. രണ്ടാമത്
മറ്റൊരു രൂപം ഷെയർ മാർക്കറ്റ് നടത്താറുണ്ട്. അതിന് ഷോർട്ട് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. ഷോർട്ട് സെല്ലിംഗ്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എൻ്റെ കയ്യിൽ എന്തില്ല, ഷെയർ ഇല്ല, കമ്പനിയുടെ ഷെയർ ഇല്ല, പക്ഷേ ഇല്ലാത്ത ഷെയർ എനിക്ക് വിൽക്കാൻ പറ്റും. അങ്ങനൊരു സിസ്റ്റം ഉണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. ഈ ടൂൾ ഉപയോഗിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഒരു കമ്പനി താഴോട്ട് പോകുകയാണെന്ന് ഒരാൾ അറിയുന്നു, അതിനകത്ത് എന്തെങ്കിലും ബാഡ് ന്യൂസ് വന്നു, എന്തെങ്കിലും പ്രശ്നം വന്നു, ഈ കമ്പനി താഴോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 500 രൂപയുടെ കമ്പനിയാണ്, ഇത് ഇന്ന് താഴും. ഇത് എവിടെ എത്തും? ഒരു 400 രൂപയിലെത്തും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 500 രൂപയ്ക്ക് വാങ്ങിയിട്ടാണെങ്കിൽ 400 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് 100 രൂപ നഷ്ടമല്ലേ? അല്ലേ? നേരെ തിരിച്ചാണെങ്കിലോ, ഞാൻ 500 രൂപയ്ക്ക് വിറ്റിട്ട് സമയമാകുമ്പോൾ 400 രൂപയ്ക്ക് വാങ്ങിക്കൊടുത്താൽ എനിക്ക് 100 രൂപ ലാഭമല്ലേ? മാർക്കറ്റ് ഇടിയുമ്പോൾ ലാഭം ഉണ്ടാക്കുന്നൊരു സിസ്റ്റമാണത്. മാർക്കറ്റ് ഇടിയുമ്പോൾ ലാഭമുണ്ടാക്കുന്നൊരു സിസ്റ്റമാണ്. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ 500 രൂപയുടെ ഷെയർ അങ്ങ് വിൽക്കുക. വിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് 400 രൂപയാകുമ്പോൾ ഞാനത് വാങ്ങിക്കൊടുക്കും. ഇത് കൂടുതലും ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ സമ്പ്രദായം നമുക്കറിയാം. എന്താണ് ഹദീസിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. എന്താണ്? യഅ്തീനി റജുലു യസ്അൽനി മിനൽ ബൈഇ മാ ലൈസ ഇൻദി അബ്തഉ ലഹു മിന സൂഖി സുമ്മ അബീഹു. ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ അടുക്കൽ ഇല്ലാത്തൊരു സാധനം എന്നോട് ചോദിക്കുന്നു, ഞാൻ അപ്പം തന്നെ അയാൾക്ക് വിൽക്കുന്നു, എന്നിട്ട് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? ഈ സാധനം വാങ്ങിക്കൊടുക്കും. അപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തബി മാ ലൈസ ഇൻദക്, നിൻ്റെ അടുക്കൽ ഇല്ലാത്ത സാധനം നീ വിൽക്കാൻ നിൽക്കരുത്. അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സമയം അതിക്രമിച്ചു പോകുന്നു. എന്നാൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയാം. അടുത്ത വേറൊരു സിസ്റ്റമാണ് ഇതിനകത്ത് നടക്കുന്നതാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. F&O എന്നാണ് ഇതിനെ പറയുന്നത്. ഇതും വേറൊരു ടൂളാണ്. ഇവിടെ സത്യത്തിൽ ഇവിടെ ഒരു മാർക്കറ്റിങ്ങിനകത്ത് ഇവിടെ ഷെയർ പർച്ചേസിങ് ചെയ്യുമല്ല, മറിച്ചൊരു കോൺട്രാക്റ്റാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കിതാബുകളിൽ ബൈഉസ്സലം പഠിച്ചിട്ടുണ്ടാവും. ബൈഉസ്സലമിനകത്ത് നമ്മളൊരു കോൺട്രാക്റ്റാണ് ചെയ്യുന്നത്. എന്നതുപോലെ ഇവിടെ കോൺട്രാക്റ്റുകളാണ് നടക്കുന്നത്. പക്ഷേ ബൈഉസ്സലമിൽ പറയപ്പെട്ട ശറാഇത്തുകൾ ഈ F&Oയിൽ പൂർത്തിയാക്കാത്തത് കൊണ്ട് ഇതും ഹറാമാണ് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. കാരണം ഈ F&Oയിൽ ബൈഉസ്സലമിൽ കുറേ ശറായിത്തുകളുണ്ട്. ആ ശറായിത്തുകളൊന്നും തന്നെ F&Oയിൽ എന്ത് ചെയ്യുന്നില്ല, പൂർത്തിയാക്കുന്നില്ല. അവിടെ വ്യത്യസ്തമായ രീതിയാണുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയവുമായിട്ട് നമുക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തൊക്കെ കുഴപ്പങ്ങളാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് ഇതും എന്താണ്, ഹറാമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധ ദീൻ നമ്മൾ സാധാരണ രീതിയിൽ ഇന്ന് അത്തിസ്റ്റുകൾ നിരീശ്വരവാദികളൊക്കെ വിമർശിക്കുന്ന ഒരു കാര്യമാണ്. ഏതോ 6-ാം നൂറ്റാണ്ടിൽ കിടന്ന അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എന്തൊക്കെയോ കുറച്ച് നിയമങ്ങൾ, ആ നിയമങ്ങളും അനുസരിച്ച് കുറേ കൗം ഇങ്ങനെ പോകുന്നു. കാലം മാറിയത് അവരറിഞ്ഞില്ല, കാലഘട്ടം മാറിയതൊന്നും ഇവരറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ കേൾക്കുന്നൊരു വിമർശനമാണ്. അപ്പോൾ ആ വിമർശനം ഇപ്പം ഞാനിത് ഓർത്തുപോയതാണ്. ഈ F&O, അതേപോലെ ഷോർട്ട് സെല്ലിംഗ്, ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അടുത്ത കാലത്ത് സെബി ഇടപെട്ട് ഈ സംഭവത്തിനെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. ഇതിനകത്തെല്ലാം ഇടപെട്ടിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെയുള്ളവർ ഇൻട്രാഡേ ചെയ്യാൻ പാടില്ല, അവർക്ക് അനുവാദം കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഷോർട്ട് സെല്ലിംഗ് ചെയ്യണമെങ്കിൽ നേരത്തെ ഇവരുടെ കയ്യിൽ ഷെയർ ഉണ്ടാകണം. അത് ആർക്കെങ്കിലുമൊക്കെ പണയം വെച്ചിട്ടുണ്ടാവും, പക്ഷെ അവരുടെ ഉടമസ്ഥതയിൽ എന്തുണ്ടാകണം, ഷെയർ ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ ചാടിക്കയറി വന്ന് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാൻ പാടില്ല. പുതിയ സർക്കുലറാ സെബിയുടെ. എന്താ കാരണം എന്നറിയാമോ? അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, നമുക്കറിയാമല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പം ഒരു നിരീശ്വരവാദിയുടെ ഒരു വിമർശനം, അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതങ്ങൾ, ഓരോ സമയത്തും മോജിസാത്തുകൾ ലാഹിറാകുന്നത് പോലെ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൻ്റെ എല്ലാ മോജിസാത്തുകൾ ഇപ്പോഴാണ് നമുക്കത് ലാഹിറായത്. അന്ന് ഷാ വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ 7ാമത് പറഞ്ഞ സബബുണ്ടല്ലോ, സബബൻ ലി ഫസാദി ഇന്തിലാമിൽ മംലക്ക,
രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തകിടം മറയുന്നതിന് കാരണമാകുന്ന കച്ചവടങ്ങൾ ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് അതിനകത്താണ് തലഖിയുർ റുക്ബാൻ, അങ്ങനെയുള്ള ലായബി ഹാദിറുൻ ലിബാദിൻ എന്ന് പറഞ്ഞ ഹദീസുകളെല്ലാം മഹാനവറുകൾ കൊണ്ടുവരുന്നത്. ഈ ഹദീസും മഹാനവറുകൾ അവിടെ കൊണ്ടുവന്നേനെ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വർഷം മുമ്പ് ഒരു ഭയങ്കരമായൊരു റിപ്പോർട്ട്, ഹിൻഡൻബർഗ് അദാനി റിപ്പോർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് കേട്ടിട്ടുള്ളവരൊക്കെ അല്ലേ? കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അങ്ങനെ റിപ്പോർട്ടുണ്ട്, കേട്ടിട്ടില്ലെങ്കിൽ. അപ്പം ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, വലിയ വിദേശത്തുള്ള അമേരിക്കയിലുള്ള കമ്പനിയാണ്. ഈ കമ്പനി കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദാനി ഗ്രൂപ്പിൽ പഠനം നടത്തുകയാണ്. അദാനിയുടെ ഗ്രൂപ്പ്, അവർക്ക് ഒരുപാട് കമ്പനികളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഏകദേശം 8-10 കമ്പനികളുണ്ട് അദാനി ഗ്രൂപ്പിൻ്റെ. ഈ കമ്പനികളിൽ ഭയങ്കരമായിട്ട് അവരൊരു പഠനം നടത്തുകയാണ്. ഈ കമ്പനി ഫേക്കാണോ അല്ലയോ, ഇതാണ് പഠനം. ഈ കമ്പനിയിലെ ഷെയർ ഉയർന്നു വരുന്നത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണോ അതല്ല യഥാർത്ഥ രീതിയിലാണോ ഉയർന്നു വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ഒരു പഠനം നടത്തുകയും ആ പഠനത്തിലൂടെ അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. റിപ്പോർട്ടിൽ കുറച്ച് ചോദ്യങ്ങൾ അദാനി ഗ്രൂപ്പിനോട് ചോദിക്കുകയാണ്. ഈ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഷോർട്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ ഇവർക്കൊരു സംശയമുണ്ടെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കും. നല്ലതുപോലെ അങ്ങോട്ട് പഠിച്ചതിന് ശേഷം, അപ്പോൾ ആ കമ്പനി നല്ല രീതിയിലായിരിക്കും ആ കമ്പനി പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇവർ ഫുള്ള് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കമ്പനിയുടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് 4000 രൂപ വിലയുള്ള ഷെയർ ഇവർ ഇന്ന് നമ്മുടെ ദിവസം 3-ാം തീയതി ആണെങ്കിൽ ഈ 3-ാം തീയതി ഇവരങ്ങ് ഷെയർ അങ്ങ് വിൽക്കും. ഷോർട്ട് സെല്ലിംഗ് വഴി ഷെയർ അങ്ങ് വിൽക്കും. 3000 രൂപ, എത്ര ലക്ഷക്കണക്കിന് ഷെയർ ഇവരെടുക്കും. എടുത്തിട്ട് ഈ ഷെയർ അങ്ങ് വിറ്റ് കഴിയും. വിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ റിപ്പോർട്ട് കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യും. റിപ്പോർട്ട് കാണുമ്പോൾ ആൾക്കാർ ഞെട്ടിപ്പോയി, ഇത് കമ്പനി ശരിയല്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ഷെയറാണ്, ഇതിനകത്ത് പ്രശ്നമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ ഷെയർ മൊത്തം ഇടിയുകയാണ്. ആൾക്കാരെല്ലാം വിറ്റ് പോവുകയാണ്. വിറ്റുപോയിട്ട് ലാസ്റ്റ് ഈ ഷെയർ വരുന്ന 400 രൂപ 300 രൂപയിൽ വരും. അപ്പോൾ ഇവർക്ക് ഈ ഷെയർ ഇനി ഈ സമയത്ത് വാങ്ങിച്ചാൽ മതി. ഇവർ വിറ്റ ആൾക്ക് കൊടുക്കേണ്ടത് 400 രൂപയ്ക്കാണ്. 200-300 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് ഈ പഠനം നടത്തുന്നത്. അദാനി ഗ്രൂപ്പിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും കോടി ഇൻവെസ്റ്റ് ചെയ്ത് പഠനം നടത്തിയിട്ട് അവർ ഷെയർ മൊത്തം അങ്ങോട്ട് വിറ്റ്, ഏതാ 4000 രൂപ വില നിന്നിരുന്ന അദാനിയുടെ പ്രധാനപ്പെട്ട മെയിൻ കമ്പനികളെല്ലാ ഷെയറും അവർ വിറ്റു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അവർ വാങ്ങിച്ചു കൊടുത്തു. വിറ്റത് അവർ 4000 രൂപയ്ക്കാണ്, വാങ്ങിയത് 500 രൂപ 600 രൂപ വിലയ്ക്കാണ്. ഇത് തടയിടാൻ വേണ്ടി സെബി കൊണ്ടുവന്ന നിയമമാണ്. വലിയ വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ വിദേശ ഫണ്ടിങ് നടത്തുന്ന ഇവർക്കാർക്കും ഇനി ഇത് പാടില്ല. ഇൻട്രാഡേയിലെ സംഭവം നടക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു വലിയൊരു കമ്പനി, ഹ്യൂജ് എമൗണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോടികളുടെ ബിസിനസ്സാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഭയങ്കരമായ രീതിയിൽ ഒരു കോടികളുടെ ഷെയർ എന്ത് ചെയ്യും, ലക്ഷക്കണക്കിന് ഷെയർ ഇഞ്ഞ് വാങ്ങുകയാണ്. വാങ്ങുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡിമാൻഡ് കൂടുതലാണ്, ഷെയർ കുതിച്ച് കയറും. ആദ്യത്തെ ദിവസം തന്നെ വാങ്ങുന്ന സമയത്ത് തന്നെ മൈനസിൽ, ചിലപ്പോൾ -1, -2% നിന്നത് പ്ലസ് കയറി 18% കയറുകയാണ്. എന്നുവെച്ചാൽ 100 രൂപ ഇടുന്ന ആൾക്ക് 118 രൂപ വരികയാണ്. അത് കോടികളുടെ എമൗണ്ട് ഇടുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് എല്ലാവരും അതിനകത്ത് കൊണ്ട് തലവെച്ച് കൊടുക്കും, ഇതേ കയറിപ്പോവല്ലേ എന്ന് പറയും. ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോകുന്ന കാണുമ്പോഴത്തേക്ക് എല്ലാവരുടെയും കൂടെ ഷെയർ അവിടെ ബൈ നടത്തുമ്പോഴത്തേക്ക് ഭയങ്കരമായൊരു, ഇവർ വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ വിപ്പ് അങ്ങോട്ട് വയ്ക്കും. ഒറ്റ അടിക്ക് ഇതെല്ലാം കൂടെ സെല്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരൊറ്റ പൊട്ടല, നേരെ ഇടിഞ്ഞ ഒരൊറ്റ താഴ്ച. അപ്പോൾ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഇത് മാർക്കറ്റിനെ ബാധിക്കില്ല. ഹ്യൂജ് എമൗണ്ട് കൊണ്ടുവന്ന് വലിയ പ്ലെയേഴ്സ് വന്ന് കളിച്ചു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിനെ ബാധിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് തന്നെ ഇത് തടഞ്ഞുവെങ്കിൽ ഇത് സബബല്ലി ഫസാദി ഇന്തിലാമിൽ മംലക്ക തന്നെയാണ്. തങ്ങളുടെ ആ മോജിസത്താണ് ഇതിലൂടെ ലാഹിറാകുന്നത്. അതാണ് ഇവർ പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ നിയമങ്ങളാണെന്ന്. ഇന്ന് കഴിഞ്ഞ മാസത്തെ ഇവരുടെ സർക്കുലറാണ്, സെബിയുടെ കഴിഞ്ഞ മാസത്തെ സർക്കുലറാണ്, ഈ വിഷയത്തിൽ സെബി കൊണ്ടുവന്ന സർക്കുലറാണ്. അപ്പോൾ അതെല്ലാം ഹറാമാണ്. ആ വിഷയം പറയാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാവുന്ന ഹലാലായത് ഡെലിവറിക്ക് വേണ്ടി ഒരു ഷെയർ എടുക്കുന്നു, 2 ദിവസം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ഇനി ഏത് കമ്പനിയുടെ ഷെയർ നമുക്ക് എടുക്കാം? ഇതോടുകൂടെ നമ്മുടെ ക്ലാസ് പൂർത്തിയാവും. ഏത് കമ്പനിയുടെ ഷെയർ നമുക്ക് എടുക്കാം? ഒരു കമ്പനിയെ നമ്മൾ എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത്? ഒരു കമ്പനി നമ്മുടെ മുന്നിൽ വരുമ്പോൾ
ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഇത് നിങ്ങൾക്ക് നെറ്റിലൂടെയൊക്കെ കിട്ടും. ആ കമ്പനിയുടെ പെർഫോമൻസ്, പാസ്റ്റ് പെർഫോമൻസ്, ഇനി ഫ്യൂച്ചറിൽ അതിൻ്റെ സാധ്യതകൾ, ഇതെല്ലാം വിലയിരുത്തി കമ്പനിയുടെ റിപ്പോർട്ടുകൾ, ക്വാർട്ടർ റിപ്പോർട്ടുകൾ, ഇതെല്ലാം പരിശോധിച്ച് ഈ കമ്പനി പ്രോഫിറ്റ് എത്ര കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് പരിശോധിക്കുന്നതിനാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റിലെല്ലാം അവൈലബിൾ ആണ്. ആ കമ്പനി ചുമ്മാ ഗൂഗിൾ ചെയ്താൽ ഇതെല്ലാം നമുക്ക് കിട്ടും. രണ്ടാമത്തതാണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പല ടൂളുകൾ ഉപയോഗിച്ച് മാർക്കറ്റ് കയറുകയാണോ ഇറങ്ങുകയാണോ എന്ന് പഠിക്കലാണ്. അതിന് കാൻഡിൽ തിയറി ഉണ്ട്. നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ കയറുക ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സിസ്റ്റം ഉണ്ട്. അതിനെ റെഡ് കാണിക്കുന്നത് മാർക്കറ്റ് ഇടിയുന്നതിനാണ്, ഗ്രീൻ കാണിക്കുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിൽ അത് ടെക്നിക്കൽ അനാലിസിസ്. വേറെയും കുറേ പരിപാടികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഇൻഡെക്സിനകത്ത് ഏതെങ്കിലും ഒരു സെക്ടർ മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ ആ സെക്ടറിനെ കുറിച്ച് പഠിച്ച് കമ്പനിയെ കറക്റ്റായിട്ട് നിരീക്ഷണം ചെയ്യുന്നില്ല. കാരണം ഈ സെക്ടറിലുള്ള എല്ലാ കമ്പനിയും മുകളിലേക്ക് കയറുക. അപ്പോൾ ഇനി ആ സെക്ടറിലെ നല്ലൊരു കമ്പനി എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. ഇതിനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതും ഈ ഷെയർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ അത് പഠിക്കാനും നമുക്ക് ഇഷ്ടം പോലെ വഴികളുണ്ട്. നമ്മുടെ മൂന്നാമത്തെ വിഷയമാണ് ശരിയ അനാലിസിസ്. ശരിയ അനാലിസിസ് ആണ് നമ്മുടെ മൂന്നാമത്തെ വിഷയം. ഇസ്ലാമികമായി ഒരു കമ്പനി ഹലാലാണോ ഹറാമാണോ എന്ന് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതിന് നമ്മുടെ മുമ്പിൽ 5 ടൂളുകളാണുള്ളത്. 5 ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനി എനിക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതിലൊന്നാമത്തെ ടൂളാണ് ഫസ്റ്റ് ടൂൾ, ദ ബിസിനസ്. കമ്പനി ചെയ്യുന്ന ബിസിനസ് ഹലാലാണോ ഹറാമാണോ? കമ്പനി ചെയ്യുന്ന ബേസിക്കായ ബിസിനസ് 100% ഹലാലായിരിക്കണം. ഹറാമായ ബിസിനസ് ചെയ്യുന്ന, ഉദാഹരണമായിട്ട് ആൽക്കഹോൾ കമ്പനി, അല്ലെങ്കിൽ ഗാംബ്ലിംഗ്, അല്ലെങ്കിൽ പോർക്ക് വിൽക്കുന്ന കമ്പനി, അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബ്, അല്ലെങ്കിൽ മൂവി, ഇങ്ങനെയുള്ള ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത, ഇസ്ലാം നിഷിദ്ധമാക്കിയ കമ്പനികൾ നമുക്ക് പിന്നെ ആദ്യത്തെ ഇതിൽ തന്നെ ആ കമ്പനികളെല്ലാം വെട്ടിമാറ്റണം. ആ കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിആനത്തു അലൽ മഅസിയ, ശത്രു രാജ്യത്തിന് ആയുധം വിൽക്കുന്ന കമ്പനി. വലിയ ആയുധ കമ്പനികൾ, ആയുധം കച്ചവടം ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ട് ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ അവരുടെ മെയിൻ ക്ലയൻറ്റുകളെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. അങ്ങനെയുള്ള കമ്പനികളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഷെയർ വാങ്ങാൻ പറ്റില്ല. അതല്ലാതെ ഇഷ്ടംപോലെ കമ്പനികൾ നമുക്ക് എന്ത് ചെയ്യും? ഹലാലായ കമ്പനികൾ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടൂള്. ദ ബിസിനസ് 100% ഹലാലായിരിക്കണം. രണ്ടാമത്തെ വിഷയം, നമുക്കറിയാം ഹലാലായ കമ്പനികളാണെങ്കിൽ പോലും അവരുടെ കമ്പനികളിൽ ഇൻപെർമിസിബിളായ ഇൻകം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതായത് ശറ അനുവദിക്കാത്ത രീതിയിലുള്ള ഇൻകം ആ കമ്പനിക്ക് വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് കമ്പനിയുടെ ഫണ്ട് എപ്പോഴും ബാങ്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അവർ സേവ് ചെയ്യുന്നത്. അപ്പം അടുത്ത പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ട്, ഇതെല്ലാം അവർ സൂക്ഷിക്കുന്നത് ബാങ്കിലായിരിക്കും. ഇപ്പം ബാങ്കിൽ നിന്ന് അവർക്ക് പലിശയും വരും. ബാങ്കിൽ നിന്ന് ആ കമ്പനിക്ക് പലിശയും വരും. ഇതിപ്പോൾ നമ്മളെല്ലാവർക്കും അക്കൗണ്ട് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല ഇന്ന്. നമ്മൾക്കെല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ടിൽ പൈസ വരും, ശമ്പളം വരുന്ന എല്ലാ അക്കൗണ്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിൽ പലിശയും കയറി വരും. എന്നതുപോലെ ഈ കമ്പനിക്ക് എന്ത് ചെയ്യും? പലിശ വരും. അപ്പോൾ ഈ പലിശ വരുന്നത് ഇത് മാഫു അൻഹു ആണ്. കാരണം അവരുടെ മെയിൻ ഫോക്കസ്, മെയിൻ ഇൻകം അതല്ല, മെയിൻ ഇൻകം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട തഖി ഉസ്മാനി ദാമത്ത് ബർക്കാത്തുവും അതിനകത്ത് ആ വിഷയം വെച്ചിരിക്കുന്നത് 5% കൂടുതലാണെങ്കിൽ നമ്മൾ ആ കമ്പനി ഉപേക്ഷിക്കണമെന്നാണ്. 5% കൂടുതലാണ് അതിൻ്റെ ഇൻപെർമിസിബിൾ ഇൻകം എങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുക. നമുക്കത് നോക്കാനുള്ള ടൂളൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമ്മളത് കാണാൻ കഴിയും. ആ ടൂളിലൂടെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല 5% മുകളിലാണ്, പക്ഷെ നമുക്കറിയാം ഇത് ബാങ്കിൽ നിന്ന് അവർ ഫണ്ട് സൂക്ഷിച്ചതിൻ്റെ പേരിൽ വരുന്നതാണ്. അത് 5% 6% ആണെങ്കിൽ പോലും കുഴപ്പമില്ല. എന്നാലും സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് 5%-ൽ മുകളിലേക്ക് വരികയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തേക്കുക? ആ കമ്പനി ഉപേക്ഷിച്ചേക്കുക. ആ കമ്പനി നമ്മൾ ഉപേക്ഷിക്കുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ടൂളാണ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കമ്പനിക്കൊരു ടോട്ടൽ അസറ്റ് ഉണ്ട്. ഈ ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണമായിട്ട് 100 കോടിയുടെ കമ്പനിയാണ്. ഉദാഹരണത്തിന് പറയുന്നതാണ്. അതിനകത്ത് 1 ലക്ഷം കോടിയുടെയും 50 ലക്ഷം 2 ലക്ഷം കോടിയുടെ ഒക്കെ കമ്പനികൾ ഷെയർ മാർക്കറ്റിലുണ്ട്. 100 കോടിയുടെ കമ്പനി. ഇപ്പം 100 കോടി രൂപയുടെ കമ്പനിയിൽ ഈ കമ്പനി ലോണുണ്ട്. കമ്പനിക്ക് എന്തുണ്ട്? ലോണുണ്ട്. ഈ ലോണ്
നമുക്കറിയാം ലോണ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഹറാമാണ്, 100% ഹറാമായ ഒരു ആക്ടിവിറ്റിയാണ് ലോൺ എടുക്കൽ. പക്ഷെ ലോൺ എടുത്ത കാശ് ഹറാമാണോ അല്ലയോ? ഇതൊരു ചർച്ചയ്ക്ക് വെക്കേണ്ടതല്ലേ? ലോൺ എടുത്ത കാശ്. ഇപ്പം ഇവിടെ ഒരാളൊരു സ്ഥലത്ത് നിന്ന് ഒരാളിൽ നിന്ന് 100 രൂപ കടമായി വാങ്ങിയാൽ അയാൾ തിരിച്ചു കൊടുക്കുന്നത് 110 രൂപയാണെങ്കിൽ ഇവിടെ ഹറാമായ പൈസ ഏതാണ്? ആ 10 രൂപയാണ് ഹറാം, അല്ലേ? കൊടുക്കുന്ന 10 രൂപയാണെന്ത്? ഹറാം. ഈ 10 രൂപ പോകുന്നത് ആരുടെ കയ്യിലാണ്? നമുക്ക് കടം തന്ന വ്യക്തിയുടെ കയ്യിലാണ് ആ 10 രൂപ പോകുന്നത്. അപ്പം ഇദ്ദേഹം 100 രൂപ കടം വാങ്ങിച്ച വ്യക്തിയുടെ 100 രൂപയ്ക്ക് ഹുറുമത്തില്ല. പക്ഷെ 10 രൂപ പലിശ കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ അത് ചെയ്തത് കൊണ്ട് അദ്ദേഹം ചെയ്ത ആക്ടിവിറ്റി ഹറാമാണ്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഹറാമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ 100 രൂപ എന്തല്ല? ഹറാമല്ല. ഉദാഹരണം, ലോണിന് ഒരാൾ വാഹനമെടുത്തു, ആ വാഹനം ഹറാമാകില്ല. ലോണിന് ഒരാൾ വീട് വെച്ചു, ആ വീട് ഹറാമല്ല, അയാൾ ചെയ്ത പ്രവൃത്തിയാണ് ഹറാം. ഹറാം എവിടെയാണ് വരുന്നത്? ഇദ്ദേഹം 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 11 ലക്ഷം രൂപ അടയ്ക്കുമ്പോൾ ആ 1 ലക്ഷമാണ് ഹറാം. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലല്ലോ വന്നത്, അത് അടുത്താടെ കയ്യിലല്ലേ പോയത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ പലിശക്കാരനാണ്, പൈസ പലിശയ്ക്ക് കൊടുത്തിട്ട് ജനങ്ങളിൽ നിന്ന് പലിശ വാങ്ങുന്നു. ഇയാളുടെ കയ്യിൽ കറക്റ്റ് ഹറാമായ പൈസ വരുന്നു, ഈ വ്യക്തിയുടെ കയ്യിലാണ് ഹറാമായ പൈസ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെപ്റ്റും ടോട്ടൽ അസറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കമ്പനികളും ലോൺ അനുസരിച്ച് പോകണം. എല്ലാ കമ്പനികൾക്കും ലോൺ ഉണ്ടാവും. വളരെ തുച്ഛമായ ഷെയർ മാർക്കറ്റിലെ കമ്പനി ഉണ്ടാവും ലോൺ ഇല്ലാത്ത കമ്പനി. ആ കമ്പനി നമ്മൾ സെലക്ട് ചെയ്തിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ പെർഫോമൻസും ശരിയായിരിക്കില്ല. അതേപോലെ തന്നെ ഒന്നുകിൽ ആ കമ്പനിക്ക് ആരും ലോൺ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കമ്പനി വീണ്ടും താഴോട്ട് പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ ലോൺ കമ്പനിയുടെ ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവരുടെ ആക്ടിവിറ്റി ഹറാമായതുകൊണ്ട് നമ്മളും ആ കമ്പനിയുടെ ഒരു പാർട്ട്ണറാണല്ലോ എന്ന അടിസ്ഥാനത്തിൽ നമ്മൾക്കതിൻ്റെ ഷെയർ വാങ്ങാം. പക്ഷേ നമ്മളുടെ ഇഅ്തിറാദ്, അതായത് എനിക്ക് ലോൺ എടുക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് നമുക്ക് കമ്പനിയെ അറിയിക്കാൻ പറ്റും, കമ്പനിക്ക് നമുക്ക് മെയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് ഉലമാക്കൾ പറയുന്നത് പല അഭിപ്രായമാണ്. അതായത് കസീർ ഹലാലാണെങ്കിൽ ആ കമ്പനിയുടെ സമ്പത്തിൻ്റെ കസീർ, ഇപ്പോൾ കസീറിനെ താരീഫ് ചെയ്യുന്നതിൽ തന്നെ ഉലമാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിസ്ഫിനേക്കാൾ കൂടുതലാണെങ്കിൽ കസീർ എന്ന് പറയുന്നുണ്ട്, സുലുസിനേക്കാൾ കൂടുതലാണെങ്കിലും കസീർ പറയുന്നതുണ്ട്. കാരണം വസുലുസു കസീർ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുലുസ്, തഖി ഉസ്മാനിയൊക്കെ സുലുസ് വരെ പറയുന്ന ആളാണ്. അതായത് 33% താഴെയാണ് ആ കമ്പനിയുടെ ലോൺ എങ്കിൽ കുഴപ്പമില്ല, ആ കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങാം. എന്നാൽ വേറെ കുറച്ച് ഉലമാക്കളുണ്ട്, ഇല്ല 50% താഴെയാണ് ഈ കമ്പനിയുടെ ലോൺ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങാം, പ്രശ്നമില്ല എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓണറായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ആ കമ്പനിക്ക് ഒരു ഷെയർ ഉണ്ട്. ഇനി കമ്പനി ലോൺ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, അവർ നേരെ വാർത്ത കൊടുത്തു, കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി കമ്പനി ഒരു 100 കോടി രൂപ ലോൺ എടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ആ കമ്പനി നിൽക്കേണ്ട, നമ്മൾ ആ കമ്പനിയുടെ ഷെയർ വിറ്റേക്കണം. എനിക്കതിനകത്ത് താല്പര്യമില്ല, നമുക്ക് ആ കമ്പനി വേണ്ട. നിങ്ങൾ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ആ കമ്പനിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇനി സഹകരിക്കുന്നില്ല, ഞാൻ ആ കമ്പനി വിറ്റുമാറിയേക്കണം. നേരത്തെ എടുത്തുപോയതല്ല, ഞാൻ ആ കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കുമ്പോൾ ആ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ ഉടമസ്ഥത എനിക്കുണ്ടെങ്കിൽ ആ കമ്പനി ഇനി ലോൺ എടുക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്തില്ല, ഞാൻ അതിൽ നിന്ന് മാറിയേക്കണം. ആ രീതി നമുക്ക് മാറാനും അതറിയാനുമുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതേപോലെ 4ാമത്തെ ടൂളാണ് കമ്പനിയുടെ ഇല്ലിക്വിഡ് അസറ്റും ടോട്ടൽ അസറ്റും തമ്മിലുള്ള റേഷ്യോ. ഇതൊരു നമ്മുടെ ഫിഖിൻ്റെ നമ്മൾ പഠിച്ച ഒരു പഴയ മസല, സ്വർണ്ണമാല, അത് സ്വർണത്തിന് പകരം വാങ്ങുമ്പോഴുണ്ടാകുന്നൊരു നിയമമുണ്ടല്ലോ. അപ്പം മാലയിൽ മുത്തും അതും ഇതും ഉണ്ട് എങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്വർണം, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്വർണം കൂടുതലായിരിക്കണം. നമ്മൾ കൊടുക്കുന്ന സ്വർണം കുറവും അവിടെ നിന്നുള്ള സ്വർണം കൂടുതലുമാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, കച്ചവടം നടത്താൻ പറ്റില്ല. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ആ മസലയുടെ ഡീറ്റെയിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഒന്നാമത് നമ്മുടെ സമയം ഒരുപാടായി. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു മസലയുണ്ട്, സാധാരണ രീതി നമുക്കറിയാവുന്നൊരു വിഷയമാണ്. ഈ സ്വർണവുമായി നമ്മൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ ഏറ്റ വ്യത്യാസം പാടില്ല,
എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് ഇപ്പം പ്രോപ്പർട്ടികളൊന്നുമില്ല. കമ്പനിയുടെ മുഴുവൻ ക്യാപിറ്റലും ഇല്ലിക്വിഡ് അസറ്റിലാണ് ഉള്ളത്. ഇല്ലിക്വിഡ് എന്ന് വെച്ചാൽ മണി ആയിട്ടാണ് ഉള്ളത്. കമ്പനി എവിടെ എന്ത് ചെയ്തിട്ടില്ല, ബിൽഡിംഗ് ഒന്നും വാങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ട്, അത് കമ്പനിയുടെ വെറും ഒരു തുച്ഛമായ 3% ഉള്ളൂ. അത് ഏത് സമയത്തും പോകാം, ഏത് സമയത്തും അത് എന്ത് ചെയ്യാം, പോകാം. അപ്പോൾ അവിടെ ഉള്ളത് വെറും എന്താണ്, ക്യാഷാണ്. അപ്പം ക്യാഷ് ആകുമ്പോൾ ക്യാഷിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കമ്പനി, അതായത് അതിൻ്റെ ഇല്ലിക്വിഡ് അസറ്റ് അതിൻ്റെ ടോട്ടൽ അസറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഉലമാക്കൾ പറയുന്നത് ചുരുങ്ങിയത് 20%, വേണ്ട 10% ആയാലും മതി. 10% അതിന് ഇല്ലിക്വിഡായിട്ടുള്ള അസറ്റ് വേണം. ലിക്വിഡ് അസറ്റ് ബാക്കി ആയിക്കോട്ടെ, കുഴപ്പമില്ല. 90% ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് എന്ന് വെച്ചാൽ കാശായിട്ടുള്ളത്, ഇല്ലിക്വിഡ് എന്ന് വെച്ചാൽ മറ്റേ വസ്തുക്കളായിട്ടുള്ളത്. അപ്പോൾ അതൊരു 10% ഉണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യാൻ വാങ്ങാം. 20% ഉലമാക്കൾ സൂക്ഷ്മതയുടെ പേരിൽ എന്ത് ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നത്. കാരണം ഇത് എപ്പോൾ വേണേലും പോകാം, ഈ 10% ആണെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ, അത് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇവരുടെ ഇല്ലിക്വിഡ് അസറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ ഷെയർ വിറ്റ് പിന്മാറുക. അത് കഴിഞ്ഞ് 5ാമത്തെ വിഷയമാണ് നെറ്റ് ലിക്വിഡ് അസറ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇതും നേരത്തെ പറഞ്ഞ നിയമം തന്നെയാണ്. അതായത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1 കോടി രൂപയാണെന്ന് സങ്കല്പിക്കുക. പക്ഷേ കമ്പനിയുടെ ലിക്വിഡ് അസറ്റ് ആ 1 കോടി കൂടുതലാണ്. ആ 1 കോടി കൂടുതലാണ് ലിക്വിഡ് അസറ്റായിട്ടുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതുമായിട്ട് എന്ത് ചെയ്യും, നേരത്തെ നിയമമാണ്. ആ നിയമത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുക. അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ സാധനം ബൈ ചെയ്യാൻ പറ്റൂല. കാരണം ഇവിടെ തന്നെ എന്ത് സംഭവിച്ചു, പ്രൈസ് ടു പ്രൈസ് ആണ്. പ്രൈസിന് പകരം പ്രൈസ് വാങ്ങുന്ന നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പോൾ പ്രൈസിന് പകരം പ്രൈസ് വാങ്ങുമ്പോൾ എന്തെല്ലാം നിബന്ധനകളാണോ ആ നിബന്ധനകൾ ഇവിടെ പാലിക്കപ്പെടാത്തത് കൊണ്ട് ഈ ബൈയു എന്തല്ല, ജായിസല്ല. ഇതല്ലാത്ത ഷെയറുകൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അതിനുള്ളൊരു ടൂളാണ് നമുക്ക് ഈ നെറ്റിലൂടെ തന്നെ നമുക്കിത് കിട്ടും. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഓരോ കമ്പനികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അതൊരു കമ്പനിയുടെ പേരാണ് ജോസ്റ്റ് എഞ്ചിനീയറിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. അതിനകത്ത് ഈ 5 ടൂളും പാസ്സാണ്. 5 ടൂളും പാസ്സായിട്ടാണ് കാണുന്നത്. ഇങ്ങനൊരു കമ്പനിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങാം. അതേപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ്, ഈ ഷെയറിനെ ഞാൻ വെക്കാനുള്ള കാരണം ഇതിനകത്ത് ഇൻപെർമിസിബിൾ ഇൻകം കണ്ടില്ലേ, 39% വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കമ്പനി നമുക്ക് ഹലാലല്ല. ഇവിടെ സാധാരണ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഹലാലായ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ എന്ത് ചെയ്യാറുണ്ട്, ക്യാൻവാസ് ചെയ്ത് ഒരുപാട് മുസ്ലിമീങ്ങളുടെ ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫണ്ടുണ്ട്. ഇത് ഹലാലാണ്, ഒരുപാട് ഉലമാക്കളുടെ ബെഞ്ച് അപ്രൂവ് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനിയിൽ മുസ്ലിമീങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ഈ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ ഷെയർ 2 കമ്പനിയിലാണ്. ഒന്ന് ഈ പറയപ്പെട്ട TCS ടാറ്റ കൺസൾട്ടൻസി സർവീസിനകത്ത്, രണ്ടാമത് ഇൻഫോസിസിൻ്റെയും ഇംപെർമിസിബിൾ ഇൻകം ഇത്ര തന്നെ ഉണ്ട്, 39%. അതുകൊണ്ട് ആരും തന്നെ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടിൽ എവിടെയും കൊണ്ട് എന്ത് ചെയ്യണ്ട. കാരണം അവിടെ എല്ലാം ഹറാമാണ് നടക്കുന്നത്. ഉലമാക്കൾ നോക്കുന്നത് ചിലപ്പോൾ അവർ സെർച്ച് ചെയ്യുന്ന കമ്പനി ഈ പറയപ്പെട്ട ഇതുണ്ടാവില്ല, മദ്യ കമ്പനികളായിരിക്കില്ല, സിനിമാ കമ്പനികളായിരിക്കില്ല. അതുകൊണ്ട് അവർ ഓക്കെ പറഞ്ഞതായിരിക്കും. പക്ഷേ ഇതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കമ്പനി ഔട്ടാണ്. അതേസമയം അടുത്ത കണ്ടോ, അദാനി ടോട്ടൽ ഗ്യാസ്. അദാനി ആയതുകൊണ്ട് നമ്മൾ അദാനിയുടെ ഒരുപാട് കമ്പനികൾ പ്രശ്നമാണ്. പക്ഷേ അതിനകത്ത് നമ്മുടെ അദാനി ടോട്ടൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ നമ്മുടെ 5 ടൂൾസും പാസ്സാണ്. ഇത് മുഴുവനും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ കിട്ടും. ഇതിന് നമുക്ക് ആപ്ലിക്കേഷനുണ്ട്. ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്കതിനെ മനസ്സിലാക്കി കഴിഞ്ഞ് സിമ്പിളായിട്ട് ആ കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങാം. കമ്പനിയുടെ ഷെയർ വാങ്ങി ആ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം, 2 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ഷെയറിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഒന്ന് ഡിവിഡൻ്റാണ്, ഒന്ന് പ്രോഫിറ്റാണ്. ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ തീരുകയാണ് നമ്മുടെ പരിപാടി. ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ് അതിൻ്റെ ഷെയർ ഹോൾഡറിന് കമ്പനി തന്നെ എന്ത് ചെയ്യും, കൊടുക്കും. അത് നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് വരുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ആ ഡിവിഡൻറ്റ് വരുന്നത്. അതൊരിക്കലും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ അക്കൗണ്ട് എല്ലാം അവിടെ ഓക്കെ ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ആ ഡിവിഡൻറ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇൻപെർമിസിബിൾ ഇൻകം എത്രയാണെന്ന് നോക്കണം. 4% ഇൻപെർമിസിബിൾ ഇൻകമാണ് എങ്കിൽ നമ്മുടെ ഡിവിഡൻറ്റിൻ്റെ 4% നമ്മൾ സദക്ക ചെയ്തേക്കണം.
5% ഇംപെർമിസിബിൾ ആണ്. 5%-ന് മേളിൽ നമ്മൾ വാങ്ങണ്ടെന്നല്ലേ പറഞ്ഞത്. 4 അല്ലെങ്കിൽ 3% ഇംപെർമിസിബിൾ ഇൻകമാണ്. എങ്കിൽ നമ്മുടെ ഡിവിഡൻറ്റിൻ്റെ 3%, ഡിവിഡൻറ്റ് വളരെ തുച്ഛമായ തുകയായിരിക്കും, ആ ഡിവിഡൻറ്റിൻ്റെ 3% നമ്മൾ എന്ത് ചെയ്തേക്കണം? സദക്ക ചെയ്തേക്കണം. കാരണം പലിശ പൈസ വരുമ്പോൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഇത് എന്ത് ചെയ്താൽ മതി. രണ്ടാമത്തെ ഒരു വിഷയമാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 100 രൂപയ്ക്ക് മേടിക്കുന്ന ഷെയർ 120 ആകുമ്പോൾ ഞാൻ വിൽക്കുന്നു. അപ്പോൾ 20 രൂപ എൻ്റെ പ്രോഫിറ്റാണ്. ഈ പൈസ ഈ സദക്ക ഒന്നും ചെയ്യേണ്ട. നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനി ഹലാലാണെങ്കിൽ ആ 20 രൂപയെ നമുക്ക് എടുക്കാം. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിലൂടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ നാളെ തന്നെ പോയിട്ട് ഷെയർ മാർക്കറ്റിൽ പോയിട്ട് പർച്ചേസ് നടത്തി ലാസ്റ്റ് പ്രശ്നമാകണ്ട. നമ്മൾ ഇങ്ങനൊരു സംവിധാനമുണ്ട്, ഹലാലായ ഒരു രൂപമുണ്ട്. ഈ ഹലാലായ രൂപത്തിലൂടെ ഇവിടുന്ന് നമുക്ക് ഇൻകം ഉണ്ടാക്കാം. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു ഫ്രീലാൻസിങ് സിസ്റ്റം ഉണ്ട്. ഇത് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. എങ്ങനെ നമുക്കത് ചെയ്യാം? ഇതിലൂടെയൊക്കെ നമുക്ക് ഹലാലായ രീതിയിൽ എന്ത് ചെയ്യാം? സമ്പാദിക്കാം. അതല്ലാതെ ശരീഅത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അറിയില്ലാത്ത വെറും ഒരു കച്ചവടക്കാരെ മാത്രം കൊണ്ടുപോയിട്ട് നമ്മുടെ പൈസ കൊണ്ട് നമ്മളെന്തിനാ അങ്ങോട്ട് കൊടുക്കുന്നത്? എന്നിട്ട് അവർ കച്ചവടം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ തരുന്നു, ലാസ്റ്റ് പറയുന്നു ഉസ്താദേ നഷ്ടമാണെന്ന് പറയുന്നു. ഒരുപാട് ആലിമീങ്ങളുടെ സംഭവമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കുറേ അടുത്ത് പ്രശ്നമാണ്. ഇത് വേണ്ട. ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരും നമ്മൾ ഫണ്ട് വാങ്ങുന്നില്ല. നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ തന്നെ ഉപയോഗിച്ച് നിങ്ങൾ തന്നെ ബിസിനസ് ചെയ്യുക. ഈ ബിസിനസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 5 സമയം ചിലവഴിക്കേണ്ട. ആഴ്ചയിൽ 1 ദിവസം ഇരുന്നാൽ മതി. നിങ്ങൾക്ക് ലോങ് ടേം നമ്മൾ പറഞ്ഞില്ലേ, 1 വർഷത്തേക്ക് ഒരു ഷെയർ വാങ്ങുകയാണെങ്കിൽ അടുത്ത വർഷം നോക്കിയാൽ മതി ഈ ഷെയർ. അതുവരെ നിങ്ങൾ നോക്കേ വേണ്ട. നല്ല പഠിക്കുക, ഈ കമ്പനിയുടെ പൊട്ടൻഷ്യൽ നല്ലതുപോലെ പഠിക്കുക. ഈ കമ്പനി വളരാൻ സാധ്യതയുണ്ട്. എല്ലാം പഠിച്ചുകൊണ്ട് ഈ ഷെയർ വാങ്ങിക്കുന്നു. 1 വർഷം കണ്ണടച്ചിട്ട് പിന്നെ നോക്കുന്നു. നമ്മൾ പറഞ്ഞില്ല നേരത്തെ, ഞാൻ 2-3 ഷെയർ കാണിച്ചു തന്നു. ഈ ഷെയറുകൾ നമ്മളൊന്ന് പഠിച്ചിട്ട്, ഇതേപോലെ ഒരുപാട് ഷെയർ കമ്പനികളിലുണ്ട്. അവർ 1-2 വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ ഇരട്ടിയായിരിക്കും. മാന്യമായ ലാഭം നമുക്ക് അതിലൂടെ ഉണ്ടാക്കാനും കഴിയും ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. സമയം ഒരുപാട് അതിക്രമിച്ചു. ഇസ്ലാമിക് സ്റ്റോക്ക് എന്നാണ് ആപ്പിൻ്റെ പേര്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനകത്ത് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ മദ്രസയുടെ പരീക്ഷ കഴിഞ്ഞ് ഒരു 1-1.5 മാസത്തോളം ഞാൻ ഇൻഷാ അല്ലാഹ് അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാൻ കഴിയും. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലൂടെ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം, അറിയാവുന്നവർക്ക് ഇൻഷാ അല്ലാഹ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കറിയാവുന്നതൊന്നും ഇതിൻ്റെ അവസാനമല്ല. ഇഷ്ടംപോലെ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് അല്ലാതെയും പഠിക്കാൻ പറ്റും. യൂട്യൂബുകളിലും ഒക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെയെല്ലാം പഠിച്ച് ഇതിൻ്റെ ഹലാലായ രൂപം എങ്ങനെയാണെന്ന് കണ്ടെത്തി നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ ഇൻഷാ അല്ലാഹ് ചെയ്തു തരാം. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.